ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇടതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരം വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കള് തിരുസന്നിധിയിലായിരിക്കാം. അപ്പം നോയമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം? നമുക്ക് ആത്മീയ ജീവിതം ഉണ്ടോ? ഉണ്ടല്ലേ, എല്ലാവർക്കും ഉണ്ട്, ആത്മീയ ജീവിതം ഉണ്ട്. അപ്പം ഈ ആത്മീയ ജീവിതം എങ്ങനെയൊന്ന് മെച്ചപ്പെടുത്താമെന്ന് നമ്മളൊന്ന് കണ്ടെത്തുകയാണ്. ഇപ്പൊ ദാവീദ് രാജാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്താ പ്രാർത്ഥിച്ചേ? അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പാപി എപ്പോഴും പാതാളത്തിലേക്കുള്ള വഴിയിലാണ്. പാപി എപ്പോഴും എവിടെയാ? എങ്ങോട്ടാണ്? പാപിയുടെ വഴി എപ്പോഴും എങ്ങോട്ടാ? താഴോട്ടാ, അല്ലേ? ഒന്നെങ്കിൽ കുഴിയിലേക്ക് പോകും, അല്ലെ എങ്ങോട്ട് പോകും? എങ്ങോട്ടാ പോകുന്നേ? അഗാധത്തിലേക്ക് പോകും. അപ്പോഴും ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നതും അഗാധത്തിലേക്കാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് നമ്മൾ ഒരു ധൂർത്തപുത്രനായ ഒരു മകന്റെ ജീവിതത്തെ കുറിച്ച് വായിക്കുന്നു. ധൂർത്തപുത്രന്റെ ജീവിതം, അവന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം, അവൻ ആരുടെ കൂടെയാ ജീവിച്ചുകൊണ്ടിരുന്നേ അത്രയും കാലം? തുടക്കത്തില് ആരുടെ കൂടെയാ? ധൂർത്തപുത്രൻ ആരുടെ കൂടെയാ ജീവിച്ചുകൊണ്ടിരുന്നത് തുടക്കത്തിലൊക്കെ? അപ്പന്റെ കൂടെ. അമ്മ എവിടെ പോയി? അപ്പൊ അമ്മയെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ അവിടെ. അപ്പോൾ ഈ മകനും അപ്പനുമായിട്ട് നല്ലൊരു എന്തുണ്ടാവും? നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വർത്തിച്ചു വെച്ചേക്കുക. അപ്പോഴ് അപ്പന്റെ കൂടെയുള്ള വാസമായിരുന്നു. പിന്നീട് അവൻ എന്നാ സംഭവിച്ചേ? അവൻ പതുക്കനെ പാപാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. പാപാവസ്ഥയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എന്നാ സംഭവിച്ചേ? അവൻ ആരുടെ അടുത്തേക്കാ പോകുന്നേ? കൂട്ടുകാരുടെ ഇടയിലേക്ക്. പിന്നെ പോകുന്നത് എങ്ങോട്ടാ? കൂട്ടുകാരുടെ ഇടയിൽ ചെന്നു. പിന്നെ അവൻ എങ്ങോട്ടാ പോകുന്നേ? ധൂർത്തടിക്കുന്നവരുടെ ഇടയിലേക്ക്. അങ്ങനെയാണല്ലോ അവൻ കൊണ്ടുപോയ സമ്പത്തെല്ലാം എന്നാ ചെയ്തേ? വചനം എങ്ങനെ വായിക്കുന്നേ? ധൂർത്തടിച്ചു എന്ന് വായിക്കുന്നുണ്ടല്ലേ. ഇനി അതിനുശേഷം എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ എങ്ങോട്ട് പോയി? ഒരു ചേട്ടന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആരുടെ അടുത്തേക്ക് പോയേ? ആരുടെ അടുത്തേക്ക് പോയേ? നാട്ടിലെ ഒരു പൗരന്റെ അടുത്തേക്ക് പോയി. അതിനുശേഷം അതിന് രക്ഷയില്ലാതെ വന്നപ്പോൾ പിന്നെ അവൻ പോയത് എങ്ങോട്ടാ? എങ്ങോട്ടാ പോയേ? ധൂർത്തപുത്രൻ അവസാനം ചെന്നുപെട്ടത് എവിടെയാ? പന്നിക്കൂട്ടിന്റെ അടിമത്തത്തിലേക്ക് അവൻ ചെന്നുപെടുക ചെയ്തത്. ശേഷം തിരിച്ച് മാനസാന്തരം വന്നപ്പോഴാണ് എങ്ങോട്ട് വന്നേ? പിതാവിന്റെ അടുത്തേക്ക്. നീ പാപിയുടെ ഗ്രാഫ് പരിശോധിച്ചാല് അത് അഗാധത്തിലേക്കുള്ള യാത്രയാണ്. ഈ നോയമ്പ് കാലം നാം ചിന്തിക്കുക, നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കാൻ പോവാ, നമ്മൾ എവിടെയാ നിൽക്കുക? പന്നിക്കൂട്ടിലാണോ, അത് അടുക്കളയെ മാത്രമാണോ, അതോ പണിസ്ഥലത്ത് മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാ. ചിന്തിക്കണ്ടേ? ഇനി പന്നിക്കൂട്ടിലൊക്കെയാണ് എന്നാ ചെയ്യണം? നമുക്ക് ഉണർന്ന് തട്ടിയെന്ന് എഴുന്നേക്കണം. അപ്പം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണെന്നൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ദൈവത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു അഗാധ തലവുമില്ല ഈ ഭൂമിയിൽ. അങ്ങനെ ഒരു തലം ഉണ്ടോ? ദൈവത്തിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള അഗാധം കുഴിയുണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവത്തിന് എവിടെ വേണമെങ്കിലും ഇറങ്ങി. അപ്പം ഏത് പടുകുഴിയിലാണെങ്കിലും അവിടെ എത്തിച്ചേരാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. സാധിക്കുവോ? സാധിക്കുവോ? എല്ലാവരും ആൻസർ എന്ന് പറയണേ. തലയിലൊന്ന് ആട്ടി കാണിച്ചേക്കണം കേട്ടോ. ശബ്ദമില്ലാത്തതുകൊണ്ടാണല്ലോ തലയാട്ടുന്നത്. ഇനി മനുഷ്യന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ മനുഷ്യന് പറ്റില്ല, എന്നാൽ ദൈവത്തിന് എല്ലാം പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വചനം പറഞ്ഞു, ലൂക്ക 18:27. ഏതാണ് വചനം? മനുഷ്യർക്ക് അസാധ്യമായത്, ഉറക്കെ പറഞ്ഞേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യമാണ്. ഇനിയുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ വരുവേ. പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആരുടെ അടുത്തേക്ക് പോകണ്ടേ? നമ്മള് ഇവിടെ പോണം, നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് പോകണം. ഇനി ഞാൻ ചോദിച്ചിട്ട് എപ്പോഴും ദേവാലയത്തിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ കുടുംബത്തിലില്ലേ ഒരു അൾത്താര? ഇല്ലേ? നമ്മുടെ ഒരു പ്രാർത്ഥനാ മുറി ഇല്ലേ? അവിടേക്ക് ചെല്ലണം. എന്നിട്ട് പറയണം ലൂക്ക 18:27. നീ ഇത് പറഞ്ഞില്ലേലും വേണ്ടില്ല, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാ. ഒരു 9 പ്രാവശ്യമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നമ്മുടെ മനസ്സും ശാന്തമാവും. പിന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ കാര്യം ആര് നടത്തിത്തരും?
നമ്മുടെ കാര്യം ആര് നടത്തി തരും? ഉറക്കെ പറ, നമ്മുടെ കാര്യം ആര് നടത്തി തരും? ദൈവം നടത്തി തരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വചനം സങ്കീർത്തനം 148:18 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കേട്ടോ പറഞ്ഞത്? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഇത് കണ്ടപ്പോ എന്നോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ആലയത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ഈ ആലയത്തിൽ വരണം. കുഞ്ഞുങ്ങൾ ഇതിലൊക്കെ ഓടി കളിക്കട്ടെ. ദൈവം പറഞ്ഞത് എന്താ കുഞ്ഞുങ്ങളോട്? എന്നതാ വചനം പറയുന്നേ? കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്ക വരട്ടെ. ഇവനില്ലേ കളിച്ചോട്ടേന്നേ, അവനും കേൾക്കട്ടെ, അവൻ കേൾക്കും. ഈശോ എന്ന നാമമെങ്കിലും അവന്റെ ചെവികളിൽ മുഴങ്ങും. അങ്ങനെയാണ് അവൻ പിന്നീട് ആരായിട്ട് മാറുക? തിരുസഭയുടെ ഹൃദയത്തിലെ അംഗമായി ഈ കുഞ്ഞു മാറും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇരുന്ന കുഞ്ഞുമക്കളില്ലേ, അവരൊക്കെ ഇങ്ങോട്ട് വരണം. എൻ്റെ അനിയനും അനീത്തിയൊക്കെ ഇല്ലേ, വിളിച്ചോണ്ട് വരണം. അവരൊക്കെ ഇവിടെ ഇരിക്കട്ടെ, വചനം കേൾക്കട്ടെ. അതുകൊണ്ട് പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഈ വചനം ഒന്നേറ്റ് പറയാവോ? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പൊ ഇനി മുതല് എന്നെ പ്രയാസങ്ങളൊക്കെ വരും. ആരുടെ അടുത്തും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആരുടെ അടുത്താ പോകണ്ടേ? നമ്മള് ആരുടെ അടുത്താ പോകണ്ടേ? ഒരു പ്രവാചകന്റെ അടുത്തേക്കും പോകണ്ട. നമ്മൾ ആരുടെ അടുത്തേക്ക് പോകണം? നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് പോകണം. കേട്ടോ, എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ കാരണം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തില് സിസ്റ്ററിന് പറയാൻ എളുപ്പമുണ്ട്. എൻ്റെ സിസ്റ്ററെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവമാണെന്നറിയാവോ? ഞങ്ങളിങ്ങനെ വേദനിച്ചൊക്കെ കഴിയുന്നു. അപ്പൊ സിസ്റ്റർ അവിടെ നിന്ന് അങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ് പ്രിയപ്പെട്ടവരെ, വേറെ ആരുടെ അടുത്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ അതിലും നമ്മുടെ ഒരു പ്രാർത്ഥന കേൾക്കുന്ന ഒരാളുണ്ട്, ഇല്ലേ? നമ്മുടെ കണ്ണീരൊപ്പുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. ഇനി ധനവാനും ലാസറിന്റെ ഉപമയില് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ധനവാന് ലോകത്തിൽ ഒത്തിരി സുഖ സൗകര്യങ്ങൾ കിട്ടിയായിരുന്നോ? കിട്ടിയില്ലേ? ഈശോ പറഞ്ഞില്ലേ, അവൻ മരിച്ച് എങ്ങോട്ടാ ചെന്നെന്നാ പറയുന്നേ? ഇനി നിങ്ങൾ ഉത്തരം പറയണം. ധനവാൻ മരിച്ച് അവൻ എവിടെ എത്തിയെന്നാ പറയുന്നത്? നരകത്തിലെത്തി. അവൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ ധനവാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ വചനം പഠിപ്പിക്കുന്നത്? എന്ത് തെറ്റാ ചെയ്തേ? ഈ ധനവാനായ മനുഷ്യനുണ്ടല്ലോ, ആ ദേവാലയത്തിൽ ഏത് ധ്യാനം വെച്ചാലും ആ ധ്യാനത്തിന് ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ അവന്റെ മക്കളെ പഠിപ്പിച്ചെന്നേ. അവന്റെ ഭാര്യയെ സ്നേഹിച്ചു. ദശാംശം കൊടുത്തോ? പള്ളിയിൽ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുത്ത വ്യക്തിയായിരിക്കും ഈ ധനവാൻ. പക്ഷേ എന്നിട്ട് എന്താ പറ്റിയേ? അവന്റെ ജീവിതത്തിൽ എന്താ പറ്റിയേ? ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അവനത് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അവനത് ചെയ്തില്ല. ഇതാ അവന് പറ്റിയ തെറ്റ്. അപ്പൊ നോക്കണേ, എൻ്റെ ഭാര്യയും മക്കളും സുഖമായി ജീവിക്കണം, അത്രേ അവൻ കരുതിയിട്ടുണ്ടാവുള്ളൂ ധനവാൻ. എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ അവൻ കരുതിയിട്ടുള്ളൂ. ഓർക്കണേ, നരകത്തിലേക്കുള്ള പാസ്പോർട്ട് ആർക്ക് കിട്ടി? ധനവാന് കിട്ടി. ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാ. കാരണം ദരിദ്രനായ ലാസർ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ആരുമല്ലല്ലോ എന്ന് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ. നമ്മുടെയൊക്കെ വീടിന്റെ പടിക്കൽ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചു വിടാൻ നോക്കൂ, ഇല്ലേ? നമ്മൾ ഏൽപ്പിച്ചു വിടാൻ നോക്കിയല്ലേ? ഇനി പോവുകയാണെങ്കിലോ നമ്പർ വിളിക്കുക. ഏത് നമ്പരാ വിളിക്കുന്നത്? 101. ഏത് നമ്പരാ? ഏതോ ഒരു 101. അപ്പൊ ആ നമ്പർ വിളിക്കും, വരും, പോലീസ് വരും, പിന്നെ പൊക്കിയെടുത്തോണ്ട് പോകും. പക്ഷെ ഈ ലാസർ ഒരിക്കൽ പോലും തന്റെ പടിവാതിക്കൽ കിടക്കുന്ന മനുഷ്യനോട് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളോട് പറയാണ്, തൊട്ടപ്പുറത്തെ സഹോദരന്റെ കുടുംബത്തിന്റെ വേദന നീ കണ്ടില്ല എന്ന് നടിക്കുന്നെങ്കിൽ, ശ്രദ്ധിച്ചേ, തൊട്ടപ്പുറത്തെ സഹോദരന്റെ കുടുംബത്തിന്റെ വേദന നീ കണ്ടില്ല എന്ന് നടിക്കുന്നെങ്കിൽ, ഞാനും ആരുടെ കുടുംബത്തിൽ അംഗമാണ്?
ധനവാന്റെ കുടുംബത്തിലെ അംഗമാണ് നമ്മൾ ഓരോരുത്തരും. അടുത്തിരിക്കുന്ന നമ്മൾ നോക്കണം, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുടുംബങ്ങളെയൊക്കെ നോക്കണം. എത്ര കുടുംബങ്ങളാണ് ഇന്ന് സ്നേഹമില്ലാതെ, സ്നേഹമില്ല, രമ്യതയില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കഴിഞ്ഞു പോകുന്ന കുറെ. ഇതൊക്കെ ഒന്ന് ഒച്ചയിട്ടോട്ടെ, ഒരു പ്രശ്നമില്ല. അവൻ ആരുടെ ആലയത്തിലാ? ദൈവത്തിന്റെ ആലയത്തിലാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അവിടെ ധനവാന്റെ കുടുംബത്തിലെ അംഗമായിട്ട് വേണോ നമ്മൾ ഓരോരുത്തരും മാറാൻ? വേണോ? അങ്ങനെ ധനവാന്റെ കുടുംബത്തിലെ അംഗമാകണോ? നരകത്തിലേക്കുള്ള പാസ്പോർട്ട് നമുക്ക് വേണോ? ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ സ്നേഹിച്ചോ എന്നൊരു ചോദ്യം മാത്രം. അപരന് സുഖം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ സുഖം വെട്ടിക്കുറയ്ക്കണം. പറയാൻ എളുപ്പമുണ്ട് സിസ്റ്ററെ, ഞങ്ങളുടെ പറമ്പ് മാന്തി മറ്റവൻ എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ എങ്ങനെ രമ്യപ്പെടണോ? ഒരു ചോദ്യം അല്ലേ? എന്നോട് ചോദിക്കാൻ പലർക്കും പല ചോദ്യം ഇപ്പോൾ ഉള്ളി വരുന്നത്. സിസ്റ്ററിന് പറയാം, സിസ്റ്ററിന് സ്ഥലമൊന്നും ഇല്ലല്ലോ, എനിക്കൊന്നുമില്ലേ. അതിര് മാന്തുന്നവനോട് നമുക്ക് ചെന്ന് പറയാം, മോനെ നീ ചെന്ന് നോക്കിക്കേ, ആധാരം എടുത്തൊക്കെ ഒന്ന് നോക്കിക്കേ, ഇത് നിന്റെ ആണോ എന്ന് ചോദിക്കാം മേലെ ചോദിക്കാമല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇങ്ങനെ പരിശ്രമിച്ചാല് നിങ്ങളുടെ സുഖം ഏതാ? അപരനെയൊക്കെ ഞാനൊന്ന് പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സുഖം എന്തായിട്ട് മാറും? 100 ഇരട്ടി വർദ്ധിക്കും. ഇനി കേട്ടോ, അതിര് മാന്തുന്ന മനുഷ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പ്രാർത്ഥന ആര് കേൾക്കും? ആരാ കേൾക്കുക? ഒന്നും വേണ്ട, നിങ്ങളുടെ അതിര് മാന്തു. ഒരു ചേട്ടനിരുന്ന് മാന്തി എടുത്തോണ്ടിരിക്കുക, 2-3 സെന്റൊക്കെ അങ്ങ് എടുത്തൊന്ന് കൂട്ടുക. നമുക്ക് ചങ്കിൽ നല്ല തീയേണ്ട, അകത്ത് നല്ല എന്നാ സാധനം ഉണ്ട്? അകത്ത് 2 എണ്ണം കൊടുക്കാനുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കുടുംബം ഇരുന്നല്ലേ? നിങ്ങളുടെ കുടുംബം ഏതാ? വീട്ടുപേരല്ലേ ചോദിച്ചേ? ചേട്ടന്റെ കുടുംബം ഏതാ? ഭാര്യ. ചേട്ടൻ പറഞ്ഞു എൻ്റെ ഭാര്യയാണ് എൻ്റെ കുടുംബം. അപ്പം കേൾക്കണം, ഭാര്യമാര് കേൾക്കണം. ഭാര്യമാരോട് ചോദിക്കണം, ഭാര്യമാരുടെ കുടുംബം ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? എൻ്റെ ഭർത്താവാണ് എൻ്റെ കുടുംബം. നിങ്ങൾ 2 പേരും കൂടെ ഒന്നിക്കുന്നതാണ് കുടുംബം. അതില് ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തരുന്നതാണ് ആരെ? ഭർത്താവിനും ഭാര്യയ്ക്കും ദൈവം ദാനമായിട്ട് തരുന്നതാണ് ആരെ? മക്കളെ. അത് ദൈവം തരുന്ന എന്താണ്? മക്കള് പറഞ്ഞേ, അപ്പനും അമ്മയ്ക്കും ദൈവം തന്ന ദാനമാണ് ആര്? ഞങ്ങൾ ഓരോരുത്തരും. എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പം ഇനി ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനും എൻ്റെ കുട്ടികളും ഇതല്ല യേശു പഠിപ്പിച്ചത്. ഈശോ എന്താ പഠിപ്പിച്ചേ? ഞാനും എൻ്റെ കുട്ടികളെന്ന് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ചിന്ത എന്താണ്? ഞാനും എൻ്റെ കുട്ടികളും, ഇത്രയേ ഉള്ളൂ. സ്വന്തം കുടുംബത്തിൽ 3 ചേട്ടന്മാരുണ്ടായിരുന്നു. 3 ചേട്ടന്മാരും വിവാഹം കഴിച്ചു പോയാൽ പിന്നത്തെ സംഭവം എന്താ? ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ ഭാര്യയും, മറ്റേ ആള് ഞാനും എൻ്റെ ഭാര്യയും. മക്കളുണ്ടായ പറയും ഞാനും എൻ്റെ ഭാര്യയും മക്കളും, ഇത്രയേ ഉള്ളൂ. പിന്നെ സ്നേഹത്തിന്റെ കണ്ണി അവിടെ അങ്ങോട്ട് പതുക്കനെ അകലാൻ തുടങ്ങും. എന്തിൻ്റെ പേരില? സ്നേഹത്തിന്റെ കണ്ണി അകലുന്ന എന്തിൻ്റെ പേരില? സ്നേഹത്തിന്റെ കണ്ണി അകലുന്നത് എന്തിന്റെ പേരില? ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വചനം ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, പറഞ്ഞേ ബാക്കി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ സ്നേഹം എന്ന് പറയുന്ന സംഭവം സഹനമായിട്ട് മാറിയേക്കുക അല്ലേ? ശരിയല്ലേ? സ്നേഹം എന്തായിട്ട് മാറി? സഹനമായിട്ട് മാറിയേക്കുക. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്താണ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്ന ഏവനും എവിടെ നിന്ന് വരുന്നവനാന്നാ പറഞ്ഞേ? ദൈവത്തിൽ നിന്ന് വരുന്ന. അപ്പൊ നമ്മളെല്ലാം എവിടുന്ന് വന്നവരാ? നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നവരാ. അപ്പൊ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. ഒന്ന് പറഞ്ഞേ, നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അപ്പൊ സ്നേഹം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ദൈവം നമ്മുടെ വീട്ടില് ഇല്ലാതെ പോകുന്നത്.
സ്നേഹം വീട്ടിൽ കുറഞ്ഞു പോയാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്നേഹം പടിയിറങ്ങും. അതുപോലെ തന്നെയാണ്, ഇനി കൊച്ചുമക്കളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം, അതുപോലെ തന്നെയാണ് മുതിർന്നവരോട് പ്രായമായവരോടൊക്കെയുള്ള നമ്മുടെ വർത്തമാനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഒരു പുസ്തകമുണ്ട്. നമ്മൾ പറയും CCC എന്നൊക്കെ പറയുമല്ലേ, കുഞ്ഞുങ്ങൾക്കറിയാം, ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുറച്ച് പേരൊക്കെ തലയാറില്ലേ. അപ്പം അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 2198 പറഞ്ഞു വെച്ചേക്കുവാണ്, പൂർവികരോട് പ്രായമായവരോട് ആദരവും ബഹുമാനവും സ്നേഹവും സൗഹൃദവും നന്ദിയും ഉണ്ടായിരിക്കണം. എന്താ പറഞ്ഞേ? പൂർവികരോട് പ്രായമായവരോട് എന്തൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞേ? ബഹുമാനവും ആദരവും നന്ദിയും സ്നേഹവും ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിക്കേ. നമ്മുടെ കുടുംബത്തിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ട് എങ്കിൽ അവരോടുള്ള എൻ്റെ വർത്തനം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇവിടെ നല്ല ഡീസൻ്റ് ആയിട്ട് കൊച്ചമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മായിമ്മ കാണും, അമ്മായിപ്പം കാണും, ഇല്ലേ? ഉണ്ട്. അല്ലെ, ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വീട്ടില് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് എങ്കിൽ അവരോടുള്ള എൻ്റെ പെരുമാറ്റം നിങ്ങൾ എന്ത് കാണിക്കുന്നോ അതായിരിക്കും വരും തലമുറ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. അതിലും വലുതാണ് ഇനി കണ്ടുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ. നിങ്ങൾ നിങ്ങളുടെ വല്യപ്പച്ചനോടും വല്യമ്മച്ചിയോടും സ്നേഹപൂർവ്വം പെരുമാറിയില്ലെങ്കിൽ വരും തലമുറ നമ്മളോട് അത് മാത്രമായിരിക്കും. ഇന്ന് നമ്മുടെ ദിനപത്രങ്ങൾ നോക്കിക്കേ, യൂട്യൂബ് തുറന്ന് നോക്കിക്കേ, എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കണ്ണ് നിറയുന്നില്ലേ അമ്മച്ചിമാരെ നിങ്ങളുടെ? നമ്മുടെ മക്കള് ഇന്ന് കാണിച്ചു കൂട്ടുന്ന ചില രീതികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അപ്പനേതാ അമ്മയേതാ മക്കളേതായെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം നമ്മുടെ മക്കൾ അധപ്പതിച്ചു പോയി. ഇതിനാരാ ഉത്തരവാദി? വേണ്ട ശീലം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചില്ല. അപ്പന് കൊടുക്കേണ്ട ബഹുമാനം, അമ്മയ്ക്ക് കൊടുക്കേണ്ട ആദരവ് മക്കളെ പഠിപ്പിച്ചില്ല. ഇനി പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാളത്തെ ഹോംവർക്ക് ആട്ടോ. ഇന്ന് വായിച്ചില്ലേ, നാളെ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരണം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം. ഞാൻ വരുമ്പം ചോദിക്കും കേട്ടോ, നാളെ വായിച്ചിട്ട് വരാവൂലേ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള, അതായത് മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ. മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ചാൽ, അവരെ ആദരിച്ചാൽ എന്തൊക്കെ അനുഗ്രഹമാണ് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ലഭിക്കുന്നത് എന്ന്. ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അടുത്ത് കാണാൻ വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ സിസ്റ്ററെ ഒരു പുരോഗതിയില്ല, ഞാൻ കാര്യം പറഞ്ഞാൽ നന്നായിട്ട് അധ്വാനിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ സാധനം കയ്യിലോട്ട് വരുന്നത് എതിലേ പോകുന്നെന്ന് അറിയുന്നില്ല. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, പക്ഷേ അത് ഒന്നല്ലേ വേറെ തരത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഓർക്കണേ, അപ്പനെയും അമ്മയെയും വേണ്ട വിധത്തിൽ നോക്കാതെ, അവരുടെ രോഗത്തിന്റെ അവസ്ഥയിൽ, വാർദ്ധക്യ ദശയിൽ അവർക്ക് വേണ്ടത് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ചില അധപ്പതനങ്ങൾ വരും. നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ വല്യപ്പച്ചന്, എൻ്റെ വല്യമ്മച്ചിക്ക് ഒരാവശ്യമുണ്ട് എന്നറിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളത് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ വരും തലമുറ നമ്മളോടതിന് കണക്ക് ചോദിക്കും. മകൻ ദൂർത്തനായി നടക്കുന്നത് കാണുമ്പോൾ ഹൃദയം നൊന്ത് ഒരമ്മ പറയുക, നീ ഗതിപ്പിടിക്കില്ല എന്ന് ഹൃദയം നൊന്ത് പറഞ്ഞാൽ ആ ശാപം കേൾക്കുക. ഹൃദയം നൊന്ത് പറഞ്ഞാൽ ആ ശാപം കേൾക്കും കേട്ടോ. അതുകൊണ്ട് ഓർക്കണം, അമ്മമാരും ഓർക്കണം, അങ്ങനത്തെ വാക്കുകളൊന്നും പറയാതിരിക്കാൻ. കാരണം അപ്പന്മാരും ഓർക്കണം, എടാ മോനെ നീ ഗതി പിടിക്കില്ലെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മനം നൊന്താ പറയുന്നേ. മനം നൊന്ത് പറഞ്ഞാൽ സൃഷ്ടാവ് കേൾക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ കിടക്കുക. കാരണം നിങ്ങളുടെ കണ്ണീരിന് ദൈവം ഉത്തരവാദിയായി തീരുവാ. അപ്പൊ എന്ത് ചെയ്യും? ആ ശാപം അവന് ഭവിക്കും. അതുകൊണ്ട് മക്കളെ ഓർത്തൊന്നും ഒരിക്കലും ചില അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇങ്ങനെ കാണാൻ വരുമ്പോഴൊക്കെ പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, ഇന്ന് അവന്റെ കുടുംബം അന്യം താന്ന് പോയിക്കൊണ്ടിരിക്കുക. നീ എന്താ ചെയ്യേണ്ട സിസ്റ്ററെ? ഈ അടുത്ത നാളില് 85 വയസ്സുള്ള ഒരു അപ്പന്റെ അടുത്ത് മകൻ കോടാലിയുമായിട്ട് നിൽക്കുന്ന ചിത്രമാണ് ഒരു ദിവസം കൗൺസിലിങ്ങിന്റെ സമയത്ത് വെളിപ്പെട്ടത്.
85 വയസ്സുള്ള അപ്പന്റെ തലയ്ക്ക് മീതെ കോടാലിയും വെച്ച അപ്പൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ചെയ്തൊന്നുമില്ല, പക്ഷെ മകന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. പശ്ചാത്താപം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് വരിക. വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു സംഭവമാണ്, സിസ്റ്ററെ, എൻ്റെ അപ്പൻ നല്ല അപ്പനാ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീതം വെച്ചപ്പോൾ ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് അപ്പൻ വീതം വെച്ചില്ല. അതിന്റെ ഫലമായിട്ട് പിന്നെ എനിക്കൊരു അധപ്പതനം വന്നപ്പോൾ വീതം ചോദിക്കാൻ ഞാൻ ചെന്നു. എൻ്റെ അപ്പന് സ്വന്തമായിട്ട് എഴുതാനൊന്നും പറ്റത്തില്ല, കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന അപ്പനാ. ആ അപ്പൻ്റെ അടുത്താണ് കോടാലിയും ഓങ്ങി നിൽക്കുന്ന മകൻ. ഓർത്ത് നോക്കണേ, അപ്പനിട്ടടിച്ചാൽ ഒരിക്കലും അപ്പനെ ഒന്നും അടിക്കാനായിട്ട് ഇടയാവരുത്. ഇവിടെ ഇരിക്കുന്ന പ്രായമായവരൊക്കെ ഓർക്കണം, എൻ്റെയൊക്കെ ജീവിതത്തിൽ എൻ്റെ കാരണവന്മാരോട്, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട് ഒക്കെ ഞാൻ വർദ്ധിച്ച ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ അവസരത്തിൽ നമ്മൾ നാളെയൊക്കെ കുമ്പസാരമൊക്കെ ഉണ്ട്. അപ്പോൾ കുമ്പസാരത്തിലൊക്കെ അനുദപിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേ സമയമുണ്ടല്ലോ, മാതാപിതാക്കളെ അറിഞ്ഞ് അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമായിട്ട് മാറും. ഞാൻ ഒരു അപ്പൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൻ്റെ വീട്ടിൽ തറവാട്ടിലല്ല താമസിക്കുന്നത്, മോളിലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോഴേ താഴത്തെ മകൻ അപ്പനെ കാണാൻ വരില്ല, പക്ഷെ ഈ അപ്പന് ഈ ഇളയവനോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ സ്നേഹിച്ചിരുന്ന സമയത്ത് ആ അപ്പനെ ഞാൻ കാണാൻ ചെന്നപ്പോൾ അപ്പൻ എന്നോട് പറയാം, അവന് നല്ലതേ ദൈവം കൊടുക്കൂ, എന്നാലും എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. 3 കുഞ്ഞു മക്കളുണ്ട്, അവരാരും അപ്പനെ കാണാൻ കയറി വരില്ല. ഈ അപ്പൻ എന്നും ഈ കുഞ്ഞു മക്കളെ ഓർത്ത് വേദനിക്കുവാ. എന്നാലും ആ കുഞ്ഞു മക്കളെ ഒന്ന് കയറ്റി വിടുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്ന ഒരപ്പൻ. എന്നിട്ടും ആ അപ്പന്റെ വായിൽ നിന്ന് വീണ വാക്കാണിത്, അവന് നല്ലതേ ദൈവം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഇതുപോലെ സ്നേഹിച്ചതാ. ഇനി നമ്മൾ നോക്കണം, മകൻ കല്യാണം കഴിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ മോനെ അവള് തട്ടിയെടുത്തു എന്നും നീ പറയരുത്. കാരണം വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നേ? പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഇനി മുതൽ അറിയത്തില്ല വചനം അല്ലേ? അറിയാം, ഒന്നറിയാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെക്കുക, കുടുംബം ഒരു സ്നേഹ സമൂഹം എന്ന ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വെക്കുകയാണ്, മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചതിലൂടെ ദൈവം ഇരുവർക്കും തുല്യമായ മഹത്വം നൽകുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിൽ എന്താ സ്ഥാനമുള്ളേ? ഉറക്കെ പറഞ്ഞ ചേച്ചിമാരെ, നമുക്കിന്ന് സ്ഥാനമുണ്ടോ? ഉണ്ടല്ലേ? സ്ത്രീ ശാക്തീകരണം അല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. എന്താണ്? തുല്യ സ്ഥാനമാണ് നമുക്ക് കുടുംബത്തിൽ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കണേ, എന്താണ് 11-ാം പിയൂസ് മാർപ്പാപ്പ വീണ്ടും പറഞ്ഞു വെക്കുക, വീടിന്റെ ശിരസ് ആരാ? പുരുഷൻ വീടിന്റെ ശിരസാകുമ്പോൾ സ്ത്രീ വീടിന്റെ ആരായിരിക്കണം? പുരുഷൻ വീടിന്റെ തല ശിരസായിരിക്കുമ്പോൾ സ്ത്രീ വീടിന്റെ എന്താവണം? ഹൃദയമാകണം. പുരുഷൻ ശിരസാവുമ്പോൾ സ്ത്രീ വീടിന്റെ ഹൃദയമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എന്ത് സംഭവിക്കും? തല പറയുന്നത് ഹൃദയം കേൾക്കും, ഹൃദയം പറയുന്നത് സമ്മാനമായി തന്ന മക്കളും കേൾക്കും. അപ്പം പുരുഷൻ ശിരസാവുമ്പോൾ ഭാര്യ ഹൃദയമായി തീരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ആര് കേൾക്കും? ഈ കൊച്ചുമക്കൾ കേൾക്കില്ലേ? അപ്പനും അമ്മയും പറയുന്നതൊക്കെ അനുസരിച്ച് വരുന്ന മക്കളാ ഇപ്പൊ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഉണ്ട്. നാളെ എന്ത് ചെയ്യണം? നമ്മുടെ കൊച്ചുമക്കളൊക്കെ വരട്ടെ, കർത്താവിന്റെ വചനം 1 or 2 അവരുടെ ചെവികളിൽ കേട്ട അത് മതി. കൊടുക്ക്. കുഞ്ഞുങ്ങളെ തന്നെ ഇരുത്തിയിട്ട് വരികയും ചെയ്യരുത്. എന്ത് ചെയ്യണം? കൊണ്ടുപോരണം, കൂടെ കൊണ്ടുപോരെ. ഇനി ദമ്പതികൾക്കിടയിൽ പങ്കുവയ്ക്കപ്പെടുന്ന വിശുദ്ധ സ്നേഹത്തിന്റെ ഫലങ്ങളാണ് ആര്? നിങ്ങൾ സ്നേഹിച്ചാലാണ് നല്ല സ്നേഹമുള്ള മക്കള് നമ്മുടെ കുടുംബത്തില് ജനിക്കുക. ഒരു മകനോ മകളോ കുടുംബത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് മാറുന്നത് അവരുടെ രൂപഭംഗിയോ ബുദ്ധിശക്തി കൊണ്ടോ അല്ല, മറിച്ച് മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സമർപ്പണത്തെയും മനോഭാവത്തെയും അനുസരിച്ചാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരിക്കലും ഒരു മരിച്ചടക്കിന് പോയപ്പോൾ ഒരു കുടുംബത്തില് ഒരാണും 4 പെണ്ണുമാണ്. 4 പെണ്ണുങ്ങളും സിസ്റ്റേഴ്സ് ആകുമ്പോൾ അപ്പോഴാ വീട്ടില് അവരുടെ അമ്മച്ചി മരിച്ചു, സിസ്റ്റേഴ്സിന്റെ അമ്മ. ഈ ഒരു മകന്റെ ഈ 4 സിസ്റ്റർമാരുടെ അമ്മ മരിച്ചു.
അപ്പോൾ ഞങ്ങൾ കിടക്കിന് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സിസ്റ്ററൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഞങ്ങളുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ഒരു കസിനാണ്. പക്ഷെ ഞാൻ ആ ഇടവകയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം കണ്ടൊരു സംഭവം എന്നാണെന്നറിയാവോ? 4 പേരും വ്യത്യസ്ത കോൺഗ്രിഗേഷൻ. ഒരാൾ FCC, അങ്ങനെ 4 സഭക്കാരാണ്. നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെക്കാൾ കൂടുതൽ ആരാണ് ഈ മരിച്ചടക്കിന് വന്നേക്കുന്നത്? ആരാ? നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നമ്മുടെയൊക്കെ മരിച്ചെടുക്കാൻ കുറേ സിസ്റ്റേഴ്സ് കാണും. ഒരു രസമില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? കുറേ സിസ്റ്റേഴ്സൊക്കെ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കുറേ ഇവരുടെ വീട്ടിൽ കുടുംബത്തിൽ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഒരു അഭിമാനം ഉണ്ടല്ലേ? ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ലേ നിങ്ങൾക്ക്? നമ്മുടെ വീട്ടിൽ ഒരു സിസ്റ്റർ ഉണ്ടാവുന്ന ഒരു അഭിമാനമല്ലേ നമുക്ക്? എനിക്കങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ മംഗളാര ഇടവകയിലെ കുടുംബങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സിസ്റ്റേഴ്സും അച്ഛന്മാരും വീട്ടിലുള്ളവരൊന്ന് കൈപൊക്കിക്ക്. സിസ്റ്റേഴ്സും അച്ഛന്മാരും സ്വന്തം നല്ല ആങ്ങളെയും ചേട്ടനല്ലേ, ചേച്ചി ചേട്ടന ഒരു കസിൻസ് നന്നായിട്ട് പൊക്കിക്കുക. ഒരു അഭിമാനത്തോടെ പറഞ്ഞ് എൻ്റെ കുടുംബത്തിൽ ഒരച്ഛനുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. ഇതാത്തിക്കോ, നന്നായിരിക്കുന്നു. കുറേ പേരുടെ വീട്ടിലുണ്ട്. ഇനിയും വരും തലമുറയിൽ എന്തുണ്ടാവണം? ഒരു സിസ്റ്ററും അച്ഛനൊക്കെ ഉണ്ടാവണം. എന്തിനാണ് ഈ കുഞ്ഞു മക്കളെയൊക്കെ എന്ത് പറയുന്നേ? വചനം പഠിപ്പിക്കണം, അനുസരിക്കാൻ പഠിപ്പിക്കണം എന്നൊക്കെ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ മരിച്ചെടുക്കേണ്ട സമയത്ത് ഇങ്ങനെ ബോഡിയൊക്കെ എടുക്കാൻ ആ ഒരു സഹോദരന്മാരുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പോരുന്ന വഴിക്ക് സിസ്റ്റേഴ്സാ. അപ്പോൾ ഒരു അമ്മച്ചി, ഞാൻ ആ ഇടവേള 10 വർഷം ഇരുന്നേ. അപ്പോൾ ആ അമ്മച്ചി എൻ്റെ ചെവി എന്ന് പറയാം, എൻ്റെ സിസ്റ്ററെ, എനിക്ക് 3 പെൺപിള്ളേരുടെ 3 മടത്തി പോവുമായിരുന്നേ. ഞാൻ മരിക്കുമ്പം ഇഷ്ടംപോലെ സിസ്റ്റർമാരെ കാണാമായിരുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, മരിക്കുമ്പോൾ കാണത്തില്ല, മരിച്ചു കിടക്കുമ്പോൾ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ മരിക്കുമ്പോഴും ഇഷ്ടംപോലെ സിസ്റ്റേഴ്സ് വരില്ലായിരുന്നോ എന്നൊരു ചോദ്യം. ആ അമ്മച്ചി ഇന്നും പ്രാർത്ഥിക്കുകയാണ്. 2 മക്കളെ കെട്ടിച്ച് ഒരാളൂടി ഉണ്ട്. ഞാൻ ഇന്ന് അയാളെ വിളിച്ചിട്ടുണ്ട്. എന്തിനാ? ആള് വലിയ കോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുക. മോളെ, അവസാനമായിട്ട് ഞാൻ നോട്ടം വിട്ടിരുന്ന 3 പേരെയും ചെറുപ്പം തൊട്ട് നോട്ടം ഇട്ടിട്ട് കൊണ്ടുവന്നാണ്. മൂത്തയാളെ കെട്ടിച്ചു, 2ാമത്തെ ആളുടെ കല്യാണം ഇപ്പോൾ റെഡിയായിരിക്കുന്നു, 3ാമത്തത് ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് വന്നിരിപ്പുണ്ട്. കൊച്ചേ, എൻ്റെ കണ്ണ് നിന്നിൽ ഉടക്കിയിരിക്കാന്ന് പറഞ്ഞു. സിസ്റ്റേ, എനിക്ക് കാര്യം പിടികിട്ടിയെന്നും പറഞ്ഞു. ഒരാഴ്ച എനിക്ക് ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നും പറഞ്ഞു. പോരെ, ഓർത്തിക്കേ, ഒരു സിസ്റ്റർ, ഒരച്ഛനൊക്കെ നമ്മുടെ കുടുംബത്തിന്. കുഞ്ഞുങ്ങൾക്കൊരു ദാഹം ഉണ്ടാവണം. എന്തുണ്ടാവണം? ഈ അൾത്താരയിൽ കയറി ബലിയർപ്പിക്കാൻ ഒരു ദാഹം ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ധൂപക്കുറ്റിയൊക്കെ അടിക്കാനായിട്ട് പിള്ളേർക്ക് നല്ല നമ്മൾ നിർത്തിക്കണം. പിള്ളേര് ദേവാലയത്തിന് കയറില്ല, വീട്ടിൽ വെച്ച് അന്നാപ്പസക പാടി നടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് വരും കാലങ്ങളിൽ എവിടെ നിൽക്കുക? അൾത്താരയിൽ നിൽക്കുന്ന അവരൊക്കെയാ. ഓർത്ത് നോക്കിയാൽ കുഞ്ഞൊരു തലമുണ്ടും ഒക്കെ ഇട്ട് വീട്ടിൽ കൂടെ നടക്കുന്ന സിസ്റ്റേഴ്സാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സിസ്റ്റേഴ്സൊക്കെ. ഞാനൊക്കെ വീട്ടിൽ നിന്നിട്ടുണ്ട്. എങ്ങനെയാ? ഒരു തോർത്തൊക്കെ തലയിലിട്ടിട്ട് സിസ്റ്ററാകാൻ സിസ്റ്റേഴ്സൊക്കെ വീട്ടിൽ വരുമ്പം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തലയിലൊരു തുണിയൊക്കെ ഇട്ട് വരുന്ന അഭിനയിച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന്. അന്നത്തെ അഭിനയമാണ് ഇന്ന് ആരെ എവിടെ നിർത്തിയേക്കുക. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 2 കരവും നന്നായിട്ട് വീശി പറഞ്ഞേ ഹല്ലേലൂയ. ചിലർക്ക് ഒരു കൈ മാത്രമേ ഉണ്ട്, അതുകൊണ്ട് 2 പ്രാവശ്യം ഒന്നിച്ച് വീശിക്കേ ഹല്ലേലൂയ. 2 കരം കൊണ്ട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് മക്കൾക്ക് ദൈവത്തെ കൊടുക്കാനും മക്കളെ ദൈവത്തിന് കൊടുക്കാനും കഴിയുന്നിടത്താണ് മാതാപിതാക്കന്മാരുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. ഇന്ന് നമ്മൾ ഓർക്കണം, എന്താണ് ഒരു വൈദികനാകാൻ, ഒരു സിസ്റ്ററാകാൻ ഒരു കൊച്ചിന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോഴേ പറയും, എന്താ പറയുക? എടി കൊച്ചേ, അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് കഴിയുക, നീ പോയി വല്ല നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ പുറത്തോട്ടൊന്ന് പൊക്കേ, എന്നിട്ട് വേണം എനിക്കൊന്ന് നാട്ടിൽ നൂർത്തി ഒന്ന് ഇരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളി ഉള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്ത് തടസ്സപ്പെടുത്തരുത്. അമ്മമാര് പ്രോത്സാഹിപ്പിക്കണം. കാരണം വരും കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കൈവിരിക്കാൻ, കണ്ണുനീര് വാർത്ത് കരയാൻ, മുട്ടുമേ നിൽക്കാൻ സമർപ്പിതരും വൈദികരും ഇന്ന് വേണം. വേണ്ടേ? വിശുദ്ധ ബലി അർപ്പിക്കാൻ വൈദികനില്ലെങ്കിൽ ആര് ബലി അർപ്പിക്കും? സിസ്റ്റേഴ്സിന് ബലി അർപ്പിക്കത്തില്ലല്ലോ. വരും കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മനസ്സ് തുറന്ന് ഒരു സിസ്റ്ററിനോട് സംസാരിക്കണമെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ സിസ്റ്റർമാരുണ്ടാവണം. നിങ്ങൾ ഈ അടുത്ത നാളിൽ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ഭവന സന്ദർശനം നടത്തിയപ്പോൾ ഇവിടുത്തെ സിസ്റ്റർമാരൊന്നും ഞങ്ങളുടെ വീടൊന്നും കയറുന്നില്ല, നിങ്ങളെല്ലാം പരാതിപ്പെട്ടു ഇല്ലേ? സിസ്റ്റർമാർക്കൊന്നും ഇപ്പം നേരമില്ലെന്ന് പറഞ്ഞു. ഓൾറെഡി എന്താണ് വരാത്തതിന് കാരണം? അംഗങ്ങളില്ലെന്നേ. സന്യാസ സഭയിൽ അംഗങ്ങൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. നടക്കാൻ പറ്റുന്നവരൊക്കെ വേണ്ടേ വീട് കയറാൻ? അല്ലേ പച്ച? അങ്ങനെ വേണ്ടേ? നടക്കാൻ പറ്റുന്നവർ വേണം.
അതുകൊണ്ട് വരും കാലങ്ങളിൽ നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ദൗത്യം ഇത് രണ്ടെണ്ണം എന്തൊക്കെയാണെന്നറിയോ? കൈ വിരിക്കുക, മുട്ടുപിടിക്കുക, മുട്ടുകുത്തുക, കണ്ണുനീർ വാർത്ത് കരയുക. ആർക്ക് വേണ്ടി? ദൈവജനത്തിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം ഇന്നും ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾ വന്ന് ഇടയ്ക്ക് നോക്കുക, ആ പള്ളിയിലെ ചാപ്പലി വന്ന് നോക്കിക്കേ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കണ്ണുനീർ വാർത്ത് പറയുന്ന അവരുടെ കുടുംബത്തെ ഓർത്തല്ല അവർ കരയുന്നേ. എന്തിനു വേണ്ടിയാ? മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗണം സിസ്റ്റേഴ്സ് ഇന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ? ഈ ദേവാലയത്തിൽ ഞങ്ങൾ 2 ട്രിപ്പ് വന്നറിഞ്ഞായിരുന്നോ? ഇവിടെ വന്ന് നിങ്ങൾ ഈ ഇടവകയ്ക്ക് വേണ്ടി ഈ വീട് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചേ? വീട് കയറാൻ ഞങ്ങൾക്ക് ഇടവക തരണേ നല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചേ. വീട് കയറാൻ ഇടവക തരണേ നല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചേ. എന്താ പ്രാർത്ഥിച്ചേ? ദൈവമേ, അങ്ങേ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ തലമുറ, അടുത്ത തലമുറ ഉണ്ടാകാനും നല്ല കുടുംബങ്ങള്, ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചേ. ഇടവക സമൂഹം ഒന്നായിട്ട് നിൽക്കണം. ഐക്യത്തിന്റെ വേദിയാണ് ഇടവക എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അത് അല്ലാതെ മീഡിയയിൽ പറയുന്ന എല്ലാം ഒന്നും അല്ല കേട്ടോ സന്യാസം. നിങ്ങളത് തിരിച്ചറിയണേ. മീഡിയ പലതും ഇന്ന് എന്താണ് സത്യത്തെ അസത്യമായിട്ട് കാണിക്കുന്നതും അസത്യത്തെ സത്യമായിട്ട് കാണിക്കുന്ന രീതിയൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന അവരൊക്കെ ഇതാണ് പറയുന്നത്. മറുനാടനൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. സത്യം ഏതാന്ന് അന്വേഷിച്ചിട്ടേ വശത്ത് കൂടാവുള്ളൂ കേട്ടോ. നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് മക്കളെ, ദൈവവിശ്വാസത്തിലും തിരുസഭയ്ക്കും ചേർന്ന വിധം വളർത്താനുള്ള ഒരു കൃപ നിങ്ങൾക്ക് ദൈവം തരികയാണ്. കരുണയുടെ പ്രവാചകയായ വിശുദ്ധ പൗസ്റ്റീന, എന്നൊരു വിശുദ്ധയെ കേട്ടിട്ടുണ്ടോ? കരുണയുടെ പ്രവാചകയായ വിശുദ്ധ പൗസ്റ്റീന പറയുന്നു, ദൈവത്തിന്റെ വേദന എന്താണെന്ന് അറിയാവോ? ദൈവത്തെ അറിയാത്തവരുടെ പാപമല്ല, മറിച്ച് ദൈവത്തെ അറിഞ്ഞവർ ചെയ്യുന്ന തെറ്റുകളാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തെ അറിഞ്ഞവരല്ലേ ഇവിടെ ഇരിക്കുന്നവരെല്ലാം? അതെയോ? ദൈവത്തെ അറിയാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെന്ന് കൈപൊക്കിക്കേ. ദൈവത്തെ അറിയാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചായിരിക്കണം. അതുകൊണ്ട് ആരും കൈപൊക്കിയില്ല. എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ വേദന എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരുടെ പാപമല്ല, മറിച്ച് ദൈവത്തെ അറിഞ്ഞവർ ചെയ്യുന്ന തെറ്റുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞു. ഇല്ലേ? അറിഞ്ഞില്ലേ? അറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? എല്ലാവരും അറിഞ്ഞോ? നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. എൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞു. ഓർക്കണം, നമ്മൾ എങ്ങനെയൊക്കെയാ ദൈവത്തെ അറിഞ്ഞേ? നമ്മൾ എങ്ങനെയൊക്കെയാ അറിഞ്ഞേ? ചെറുപ്പത്തില് മാതാപിതാക്കന്മാർ കുറെ കാര്യങ്ങളൊക്കെ പകർന്നു തന്നിട്ടുണ്ടല്ലേ? നല്ല പാരമ്പര്യം, മാതൃകാപരമായ ഒരു ജീവിതമൊക്കെ നമ്മുടെ വല്യപ്പനും വല്യമ്മച്ചിക്കൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തന്നതനുസരിച്ചൊക്കെയാണ്. ഓർത്ത് നോക്കിയേ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടില് 7 പേരുണ്ട്. മക്കളിൽ 6ാമത്തെ മകള്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കണം, എല്ലാ ഞായറാഴ്ച പോകുന്നു. ശനിയാഴ്ച വൈകുന്നേരം എനിക്ക് വെല്ലുമിച്ചുണ്ട് എൻ്റെ വീട്ടിലന്ന്. വെല്ലുമിച്ച് എന്ത് ചെയ്യുന്നറിയാവോ? അമ്മയുടെ ചട്ടയും മുണ്ടുവിടുന്ന ഒരാളായിരുന്നു എൻ്റെ വെല്ലുമിച്ചി. അമ്മയുടെ അടുക്കൊക്കെ നല്ല ഞുറുക്കി നല്ല തേച്ച് സെറ്റപ്പ് ആക്കി വെക്കും. എന്തിനാണ്? ഞായറാഴ്ച കുർബാനയ്ക്ക് ഇട്ടുകൊണ്ട് പോകേണ്ട വസ്ത്രം തേച്ച് മിനുക്കി ഇട്ടുകൊണ്ട് പോവുക. വെല്ലിപ്പച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട്. വെല്ലിപ്പച്ചൻ ചെയ്യുന്ന സംഭവം ഉണ്ട്. ദീക്ഷയൊക്കെ വടിച്ച് എന്ത് ചെയ്യും? നന്നായിട്ട് കുളിച്ച് രാവിലെ 5:30 കുർബാനയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കും വെല്ലിപ്പൻ. ഇത് തന്നെയാണ് അപ്പൻ്റെ മകനും എൻ്റെ അപ്പൻ ചെയ്തുകൊണ്ടിരുന്നതും. സ്വന്തം അപ്പൻ ചെയ്യുന്നത് മകൻ കണ്ടു, മകന് എന്ത് ചെയ്തു? അതുപോലെ തന്നെ ചെയ്തു. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ മുന്നിൽ ഒരു പാരമ്പര്യമൊക്കെയാണ്. നമ്മൾ ഓർക്കേ, ഇന്ന് കർത്താവ് ജെറുസലേമിലേക്ക് പ്രവേശിച്ച ഒരു ദിവസം അല്ലേ? അതെയോ? ജെറുസലേമിലേക്ക് ആരുടെ പുറത്താ കയറിപ്പോയത്? കുതിരപ്പുറത്താ? കഴുതയുടെ പുറത്താ. ഈ കഴുതയുടെ പുറത്ത് പോകാൻ വിനയാന്വിതനായി എന്നാണ് നമ്മൾ വചനം വായിക്കുന്നത് അല്ലേ? അവൻ കഴുതയുടെ പുറത്ത് ദേവാലയത്തിലേക്ക് കയറി ചെന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഞാൻ ഈ പെട്ടെന്ന് ഓർക്കുമ്പോൾ ഒരു കാര്യം പറയാണ്. ഈ കുരുത്തോല എന്ന് പറയുന്ന സംഭവം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടിയില്ലേ? കിട്ടിയോ? എല്ലാരും കൊണ്ട് എവിടെയാ വെച്ചേ? വീട്ടിൽ വെച്ചു അല്ലേ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഓരോ രൂപങ്ങളുടെ പുറകിൽ കൂടെ ഓരോരുത്തർ വെച്ചോണം നിയമമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെക്കുമായിരുന്നു. പെസഹായുടെ ദിവസം പാലിൻ്റെ അകത്തിടാൻ ഒരു കുരിശ് ആരുടെയും ഓലയെന്ന്. അത് നേരത്തെ തന്നെ ബുക്കിടാണ്. നേരത്തെ കരിഞ്ഞു പോകുന്നവരുടെ ഓല എന്നാ പറഞ്ഞു വെക്കുന്നത്? നേരത്തെ ഒരു ഓല കരിഞ്ഞാൽ എന്നാ പറയും? ഇവർ പെട്ടെന്ന്
അത് ഞങ്ങൾ കുഞ്ഞുങ്ങൾ പറയുന്ന ഇയാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട് ഈ നിന്റെ ഓല കരിഞ്ഞെന്ന് പറയും. മറ്റേ ആളുടെ വേറൊരാളോട് പറഞ്ഞു വെക്കും നിന്റെ കുരിശിന്റെ അറ്റമാണ് അപ്പത്തിന് മുകളില് കുരിശ്. ഇങ്ങനെയൊക്കെ നമ്മൾ പിള്ളേരുടെ ഇടയിലൊരു സംസാരം ഉണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ ഓർക്കുകയാണ്, കുരുത്തോല ഞങ്ങളുടെ വീടിന് തന്ന ഒരു സംരക്ഷണമുണ്ട്. കുരുത്തോല നമ്മുടെ വീടിന്റെ സംരക്ഷണമാണോ? കുരുത്തോല നമ്മുടെ വീടിന് വലിയൊരു സംരക്ഷണം കേട്ടോ. ഞാൻ എൻ്റെ ആങ്ങളെ ഇപ്പോൾ വീട്ടിലുണ്ട്. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്, ഒരു 2 വർഷം മുമ്പ് ഭയങ്കര ഒരു കാറ്റും ഒക്കെ വന്നു ഞങ്ങളുടെ ആ ഏരിയയിൽ, പാല ഏരിയയിൽ എൻ്റെ വീട്. ആ സമയത്ത് എൻ്റെ ആങ്ങള വല്യപ്പൻ കാണിക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ട്. അപ്പോഴ് വലിയ കാറ്റ്, കഥകൊക്കെ തുറന്നു പോകാവുന്ന രീതിയിലായിരുന്നു കാറ്റ്. അന്നേരം ഈ കുരുത്തോല എടുത്ത് ഇവൻ വീശി, ജനലിൽ കൂടെ കുരുത്തോല എടുത്ത് വീശി. 2 ആമക്കളുണ്ട്, 8ലും 10ലും പഠിക്കുന്നത്. അവരിത് കണ്ടതിന് ശേഷം വേറൊന്നുമില്ല, ഇവൻ ഇത് വീശി കഴിഞ്ഞപ്പോഴേ ഈ കാറ്റിന്റെ ശക്തി കുറഞ്ഞു. കുഞ്ഞുങ്ങളിൽ എന്നാ രൂപപ്പെട്ടെ ഒരു വിശ്വാസം രൂപപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ അടുത്ത നാള് കാറ്റ് വന്നപ്പോഴ് എടാ കുരുത്തോല എടുത്തോണ്ട് വാടാ വീശടാ. ആരാ പറയണേ? മക്കള്. കണ്ടോ, അപ്പനിൽ നിന്നും പകരപ്പെട്ട വിശ്വാസം, പാരമ്പര്യം. ഇതുകൊണ്ടാണ് കുരുത്തോല അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇച്ചിരി കരിഞ്ഞു കഴിയുമ്പോഴേ കൊണ്ട് ഈ അടുപ്പത്ത് വെച്ച് കത്തിക്കരുത്. ഇന്ന് അടുപ്പില്ല, മുഴുവൻ ഗ്യാസ് ആണല്ലോ അല്ലെ. കുരുത്തോല കരിഞ്ഞാലും അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിനൊരു എന്തായിട്ട് മാറും, ഒരു അനുഗ്രഹമായിട്ട് മാറും പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ ജെറുസലേം പ്രവേശനത്തിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കണം. 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങേക്ക് പകരമായി ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ച എല്ലാറ്റിനെയും ഓർത്ത് മാപ്പ് ചോദിക്കണം. എന്താ പറഞ്ഞേ? ഈശോയ്ക്ക് പകരമായി ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ച എല്ലാറ്റിനെയും ഓർത്ത്, അതായത് ദൈവമായിരുന്നില്ല ഹൃദയത്തില്, എല്ലാറ്റിനും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹൃദയത്തുള്ള. എന്തൊക്കെയായിരിക്കാം? പണമാകാം, വ്യക്തിയാകാം, വസ്തുക്കളാകാം, ജോലിയാവാം, മക്കളാവാം. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ദൈവങ്ങളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണ് പറഞ്ഞേക്കുന്നത്? അങ്ങേക്ക് പകരമായി എൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ച എല്ലാറ്റിനെയും ഓർത്ത് മാപ്പ് ചോദിക്കണം. നാളെ നിങ്ങൾ കുമ്പസാര വേദിയിൽ വരുവാണ്. എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ദൈവത്തിരുമുമ്പാകെ എന്ത് ചെയ്യണം? മാപ്പ് പറയണം. ഇനി 2ാമത്തെ കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കുക, കുരുത്തോല പിടിക്കുന്നത് എന്തിനാ? നിങ്ങളോട് ചോദിച്ചാണ്, എന്താണ് കുരുത്തോല പിടിക്കുന്നതിന്റെ ലക്ഷ്യം? എന്താ? അന്നങ്ങനെ അവരെല്ലാം വീശി, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങനെ അങ്ങ് ചെയ്യുന്നു അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ നമുക്കറിയത്തുള്ളൂ. എന്നാ ഒരു ലക്ഷ്യമുണ്ട്. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ രാജാവെന്ന് ഈ കുരുത്തോല കയ്യിലേന്തി. നിങ്ങൾ എവിടുന്ന പ്രദക്ഷിണമായിട്ട് വന്ന? സ്കൂളിൽ നിന്നായിരിക്കും, താഴെന്ന്. അപ്പം എന്താ നിങ്ങൾ പറഞ്ഞത്? കർത്താവേ, അങ്ങ് ഞങ്ങളുടെ രാജാവ്. എന്താ പറഞ്ഞേ? കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് വലതുകരം ഉയർത്തി. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങാണ് ഞങ്ങളുടെ രാജാവ്. കൂടെ പറഞ്ഞ് ഈ രാജാവ് എന്ന് കേൾക്കാൻ ഈശോയ്ക്ക് ഇഷ്ടമാണ്. കാരണം രാജാതി രാജനാണ് നമ്മുടെ ദൈവം. ഒരു കൂടി കരം ഉയർത്തി പറഞ്ഞേ, കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങാണ് ഞങ്ങളുടെ രാജാവ്. കരം താഴ്ത്തിയിടാം. അപ്പൊ ഒരു കാര്യം പിടികിട്ടിയ എന്താണ്? കർത്താവിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഹൃദയത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പിരക്കണം. 2ാമത്തത്, യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നമ്മൾ ഈശോയെ രാജാവായിട്ടാണ്, വിജയ ശ്രീലാളിതനായിട്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുന്ന രാജാവിനെ നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സുഹൃദേവന്, യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് പറഞ്ഞേ, യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇത്ര ശബ്ദമുള്ളോ നിങ്ങൾക്ക് ഈശോയെ ഒന്ന് വിളിക്കാം? യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ. പാടാവോ? യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പഠിയേ, യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പ്രാർത്ഥിക്കണം കേട്ടോ, മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് വരണമേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുരുത്തോലയൊക്കെ എന്നാ ചെയ്യണം? വളരെ പവിത്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അടുത്ത വർഷം നമുക്കതെടുത്ത് കളയാവോ?
കളയുന്നതിന് എന്താ ചെയ്യണ്ടേ? അടുപ്പിലിട്ട് കൊണ്ടുപോയി കത്തിച്ച് കളയാം. നമുക്ക് പുതിയ ഓല വെക്കാം. അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട്. പിന്നെ ചിലർ പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. എന്തിനാണ്? ആ ഓലയാണ് എന്തിനു തരുന്നത്? കുരിശ് വരെ പെരുന്നാളിന് കത്തിച്ച് നമുക്ക് തരിക. അങ്ങനെ ചെയ്യുന്ന ഇടവകകളും ഉണ്ട്. വെറുതെ കളയാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന. ഇടവകയിലെ വിചാരിച്ചം പറയും, നിങ്ങളുടെ വീട്ടിലുള്ള ആ കുരുത്തോല, ഉണങ്ങിയിരിക്കുന്ന കുരുത്തോല കൊണ്ടുവന്ന് പള്ളിയിൽ തന്നേക്കൂ, കത്തിച്ച് നിങ്ങൾക്ക് അടുത്ത ദിവസം. അപ്പം ജനം അറിയുകയാണ് എന്ത്? ഈ ഓല അത്രമാത്രം പവിത്രമാണെന്ന് ജനം അറിയുകയാണ്. അല്ലെങ്കിൽ ഈ ഓല കരിഞ്ഞു, ഏതാണ്ട് ഇതിപ്പം ഇങ്ങനെ ചിലർ പറഞ്ഞു ചുക്കിരി കുത്താൻ എളുപ്പമുണ്ടെന്ന് ഓല വെച്ച്. 2-3 പേരുടെ ഓലയെടുത്ത ചുക്കിരി കുത്താൻ. ഞാൻ പറഞ്ഞ സംഭവം എന്നാ തിരിഞ്ഞോ? ഇനി ഞായറാഴ്ചത്തെ കുർബാന നല്ല ഒരുക്കത്തോടെ, ഞാൻ 2 കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ ഒരുക്കത്തോടെ പോകുന്നു. ഇനി വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം നാം അറിയണം. എങ്ങനെ അറിയുന്നേ? വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞായറാഴ്ച ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നേ? ബിസിനസ് മേഖലയിലുള്ളവർ എന്ത് ചെയ്യും? പോയി കട തുറക്കും, ചിലർ റബ്ബർ വെട്ടും, ചിലര് ക്രൈസ്തവരായിട്ടുള്ള മക്കളോടെ ഞാനിത് പറയുന്നത്. ബിസിനസ് മേഖലയിലുള്ളവർ പോയി കട തുറന്ന് അന്നേ ദിവസം കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, എതിരെ പോകും നമ്മൾ തിരിച്ചറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, റബ്ബർ വെട്ടിക്കുക. ഞാൻ 1-2 ചേട്ടന്മാരും ശരിയാ സിസ്റ്റർ, കറക്റ്റാ സിസ്റ്റർ പറഞ്ഞ സംഭവം. റബ്ബർ വെട്ടിക്കുക ഞായറാഴ്ച ദിവസം റബ്ബർ വെട്ടിയാൽ ആ നിങ്ങൾ വെട്ടുന്ന ആ റബ്ബറിൻ്റെ അത്രയും പൈസ എതിരെ പോയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് പൈസ പോകും. കാരണം കർത്താവ് പറഞ്ഞേക്കുന്നത് എന്നതാ? സാബത്ത് ദിവസം എന്നാ ചെയ്യണോന്നാ പറഞ്ഞേക്കുന്നേ? സാബത്ത് ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കാം. എങ്ങനെ സാബത്ത് നമുക്ക് ആഘോഷിക്കാം? മക്കളുടെ കൂടെയൊക്കെ ഒരു ദിവസം ഇരിക്കണമെന്നേ. എന്നിട്ട് കുറച്ച് സമയം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്ക്. പറഞ്ഞില്ലേ, വചനം കയ്യിലെടുക്കുന്നവരെ ആരാദരിക്കും? എൻ്റെ ദൈവം ആദരിക്കും. വചനം എടുത്ത് മുത്തി വചനം. കാരണം ഈ വചനം ആരാ? വചനം ദൈവമാണ്. അതുകൊണ്ട് ഈ വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്താണ്? അടുത്ത വീട്ടിലൊക്കെ രോഗികളൊക്കെ ഉണ്ട്, പോയി സന്ദർശിച്ച് കാരുണ്യ പ്രവർത്തിയ നിത്യതയിലെത്താൻ ദൈവം സ്വർഗത്തിൽ കുറിച്ചിടുന്ന ഒരു സംഭവമാണ് എന്ത്? കാരുണ്യ പ്രവൃത്തികൾ. പോയി ഒന്ന് കണ്ടേ, വേറെ ഒന്നും പറയണ്ടാന്നേ. എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങ് പോരെ. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കുറ്റം പറയാനൊന്നും അവിടെ ഇരിക്കണ്ട. എന്നാ ചെയ്യണം? വിട്ടു പോരണം. സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വിട്ടിങ്ങ് പോരുന്നതാണ് നമുക്ക് നല്ലത്. നീ ദേവാലയത്തിൽ എത്തുന്ന കാര്യവും ഈ മംഗളാരാമിലെ ഇടവക്കാരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, വേറെ ഇടവക, ഞങ്ങളുടെ ആ ദേശത്തുള്ള ഇടവക്കാരുടെ കാര്യമാണ് പറയുന്നത്. കുർബാനയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ എത്തുക? നിങ്ങളെല്ലാം എത്തുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചിലയിടത്തൊക്കെ ദേവാലയത്തിൽ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഹല്ലേലൂയാം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാം. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. രണ്ട് കരം വീശി പറഞ്ഞേ ഹല്ലേലൂയാം. ശക്തിയോടെ വീശി പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ നന്ദി. കരങ്ങൾ താഴ്ത്താം. അപ്പൊ ദേവാലയത്തിലൊക്കെ ഇനി ഓർത്തേ, നമുക്ക് ആശുപത്രിയുടെ നമ്മുടെ ചീട്ട് കിട്ടിയിട്ടുണ്ട്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ്? രാവിലെ 9 മണിക്കാണ്. ചെന്നില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര പാടാണ്. നമ്മൾ എന്നാ ചെയ്യും? കൃത്യസമയത്ത് അവിടെ എത്തുവോ? അല്ലെ കിട്ടിയില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് കിട്ടും. നമ്മൾ എന്നാ ചെയ്യും? കൃത്യസമയത്ത് അവിടെ എത്തും. എൻ്റെ നമ്പർ ആയോ എന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതുപോലെ എന്ത് ചെയ്യണം? കൃത്യസമയത്ത് എത്തണം. 9-ന് 6:30ക്കാണ് കുർബാനയെങ്കിൽ 6:30ക്ക് എത്തണം. ഒരു കല്യാണത്തിനാണ് ഇന്ന് പോകുന്നത്. എന്തിനാ കല്യാണത്തിന് പോകുന്നത്? എന്തിനാ? കല്യാണ കുർബാനയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചിലയിടത്തൊക്കെ കല്യാണം നടക്കുമ്പോൾ പുറത്തൂടെ മുഴുവൻ ജനം, ചെറുക്കനും പെണ്ണും, അപ്പൻ്റെ അമ്മ, ആ മക്കളുടെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ദേവാലയത്തിൽ. ബാക്കിയുള്ളവരെല്ലാം വരുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാ കല്യാണത്തിന് പോകുന്നത്? പിള്ളേരെ എന്തിനാ? അല്ലേ, നിങ്ങളൊക്കെ സ്ഥിരം കല്യാണം കൂടുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ?
അല്ലേ? ശരിയല്ലേ? നമ്മളെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. പിന്നെ പെണ്ണുങ്ങൾ കുറച്ച് പേര് നോക്കും, ആ ചേച്ചിയുടെ സാരി അല്ല ചുരിദാർ, അയ്യോ സ്വർണം അല്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ കുറച്ച് പേരൊക്കെ കയറുമായിരിക്കും. ഞാൻ നിങ്ങളെ അല്ല കുറ്റപ്പെടുത്തിയ, വേറൊരു ഇടവകയിലെ ആൾക്കാരെ കുറ്റപ്പെടുത്തിയത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പം കൃത്യസമയത്ത് വരണം. തുടക്കം തൊട്ട് ഒടുക്കം വരെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇനി വിശുദ്ധ ബലിയുടെ സമയം, ഇനി ബാക്കിയൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ കീശാൽ എന്നാ ഉണ്ടാവും? ഇനിയിപ്പോൾ എല്ലാവർക്കും വണ്ടിയുള്ളതുകൊണ്ട് വണ്ടിയിലൊക്കെ വെച്ചിട്ട് പോകും. എന്നാലും ചിലരെന്ത് ചെയ്യും? കീശയിലിട്ടോണ്ട് പോരും. എന്നാ സാധനമാണ്? മൊബൈല്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ടറിയാം. അവരെല്ലാത്തിനും ആൻസർ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഉറക്കെ പറഞ്ഞില്ലെങ്കിലും. ഈ ഫോണകത്ത് ഇട്ടിട്ട് വൈബ്രേഷൻ കേൾക്കുമ്പോഴേ പതുക്കനെ ചേട്ടൻ എന്ത് ചെയ്യും? ചേച്ചിമാരെക്കാളും യുവജനങ്ങൾ എന്ത് ചെയ്യും? പതുക്കനെ പോകും. എല്ലാവരുടെയും കയ്യിൽ ഈ സാധനമുണ്ട്. കുർബാനയ്ക്ക് വരുമ്പോഴും വൈബ്രേഷൻ കാണുമ്പോൾ എന്ത് ചെയ്യും? ചങ്കത്തടിക്കുമ്പോൾ പതുക്കനെ ഇറങ്ങിപ്പോവും. വലിയ അത്യാവശ്യമുള്ള കേസൊന്നും ഇല്ലെന്നേ. ഉണ്ടോ? ഇല്ലെന്നേ. വലിയൊരു മരിക്കാൻ കിടക്കുകയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ കൂട്ടു നിൽക്കും. അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് വൈബ്രേഷൻ വരുമ്പോഴേ നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഇനി നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന നോക്കണം. നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബലിയർപ്പണമാണ്. മക്കളും അപ്പനും അമ്മയും കൊച്ചുമക്കളോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന. ഇവിടെ അർപ്പിക്കുന്ന ബലി പോലെ തന്നെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന വീട്ടിൽ നടക്കണം. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഫോൺ അടിച്ചാൽ ഇറങ്ങിപ്പോകരുത്. മക്കള് കണ്ടുപഠിക്കും. അവർ ഫോൺ നിലത്ത് വെക്കല്ലാത്തൊരു സമയം ഉണ്ടാവും. ഉണ്ട്. നല്ല മാതൃകാ കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഒരു ഇടവകയില് ഗൾഫിൽ നിന്ന് വന്ന ഒരു ഫാമിലി കൊച്ചിന്റെ ആതിർകുർബാന സ്വീകരണം നടക്കും. അപ്പം ഈ അമ്മയ്ക്ക് നന്നായിട്ട് ഒരുവിധം തിരുസഭയെക്കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അമ്മ പറഞ്ഞു, അച്ഛാ ഞാൻ തന്നെ പഠിപ്പിച്ചോളാം കൊച്ചിനെ, 21 കൂട്ടം നമസ്കാരമൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. കുർബാന സ്വീകരണം അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ അരിശനെ വന്ന് കാണണം അല്ലേ? അങ്ങനെയില്ലേ? ചോദ്യം ചോദിച്ചായിരുന്നു ആദ്യ കുർബാന സ്വീകരണത്തിന്? ഇല്ലേ? ചോദിച്ചില്ലേ? അച്ഛനെ വന്ന് കണ്ടില്ലേ? അച്ഛൻ അമ്മ കുറെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും അല്ലേ? ഒക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഈ കൊച്ചിനെയും അച്ഛൻ എന്ത് ചെയ്തു? എടാ മോനെ, നീ വന്ന് നമസ്കാരമൊക്കെ പഠിച്ചോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് നമസ്കാരമൊക്കെ ചോദിച്ചു. അതിനുശേഷം അവനോടൊരു ചോദ്യം, കുർബാന സ്വീകരിക്കുമ്പോൾ ആരാ നിന്റെ ഉള്ളിലേക്ക് വരുന്നതെന്നൊരു ചോദ്യം. അത് ഇതുവരെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. എന്താണ്? കുർബാന സ്വീകരിക്കുമ്പോൾ ആരാ നിന്റെ ഉള്ളിലേക്ക് വരുന്നതെന്ന്. അവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ആരാ വരുന്നതെന്ന്. കൊച്ചു പറഞ്ഞ് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു, നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അമ്മ കാറിൽ പോയിരിക്കുക. എന്ത് ചെയ്യുമായിരിക്കും അമ്മ? കൊച്ചിന്റെ കുർബാന സ്വീകരണത്തിന് തട്ടട്ടെ വെച്ച് എന്ത് ചെയ്യും? ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കുക. കുർബാന സ്വീകരണ ആഘോഷമല്ലേ? അപ്പോഴ് അമ്മ ഫോൺ വിളിക്കുക. അമ്മയെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അമ്മ ഇറങ്ങി വന്നു. എന്നിട്ട് കൊച്ചിനോട് നീ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് മകനെ കാറിലിരുത്തിയിട്ട് ഈ അമ്മ എന്ത് ചെയ്തെന്നറിയാവോ? അമ്മ ഇറങ്ങി വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, ആക്ച്വലി അച്ഛ ഒരു കാര്യം പറയാവോ? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആരാ ഉള്ളിലേക്ക് വരുന്നതെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരാവോ? ആരാ ചോദിച്ചത്? ആദ്യ കുർബാന സ്വീകരണത്തിന് കൊച്ചിനെ പഠിപ്പിച്ച സ്വന്തം അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ വിശുദ്ധ കുർബാനയിലൂടെ ആരാ ഉള്ളിലേക്ക് വരുന്നേ? ആരാ മക്കളെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? ആരാ? വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ആരാ? എൻ്റെ ഈശോയാണെന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജീവിതം, അതായത് ഈശോയുടെ കൂടെ നടക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറണം. ഈശോ മനുഷ്യമക്കളുടെ സ്നേഹത്തെ പ്രതിയാ തൻ്റെ ജീവൻ പോലും നമുക്ക് നൽകിയത്. ഇതാ എൻ്റെ ശരീര രക്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ, തൻ്റെ ജീവനും രക്തവും എല്ലാം നമുക്ക് വേണ്ടി അവിടുന്ന് ചിന്തി. മുറിച്ചു വിളമ്പുന്നതിൻ്റെ കൂദാശയാണ് ഏത്? വിശുദ്ധ കുർബാന. സ്നേഹമുള്ള ഒരപ്പന്റെ ചാവരുളാണ് ഇത്. നമ്മുടെ അപ്പനൊക്കെ മരണക്കിടക്കയിൽ വെച്ച് പറയും, എടാ മോനെ ഇന്ന കാര്യം ചെയ്തേക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നും ഒരിക്കൽ പറയുന്ന ഒരു ഉത്തരം ഞാൻ കേട്ടു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ല, എനിക്കല്ലേ വിഷമമുള്ളൂ, കുഴപ്പമില്ല. അപ്പം ഇതാണ് സംഭവം. എൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞാണ്. എൻ്റെ വലിച്ചാച്ചൻ്റെ അപ്പൻ്റെ ചാച്ചൻ മരിച്ചതിൻ്റെ 25-ാം വർഷമാണ്. അപ്പം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു 25-ാം ചരമവാർഷികമാകുമ്പോൾ ആഘോഷിച്ചോണമെന്ന്. അപ്പോഴ് ആ ചാച്ചൻ മരിച്ചിട്ട് 25 വർഷമായി. എൻ്റെ വല്യപ്പച്ചനും മരിച്ചു. പിന്നെയുള്ളത് വല്യപ്പച്ചൻ്റെ മകൻ, എൻ്റെ അപ്പച്ചനാ ഉള്ളത്. അപ്പോൾ അപ്പച്ചൻ പറയാണ്, വല്യച്ചാച്ചൻ പറഞ്ഞിരുന്നു 25 വർഷം മരിച്ചു കഴിഞ്ഞ് 25 വർഷമാകുമ്പോൾ ഇത് ഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും. വളരെ കാര്യമായിട്ട് ഒരു കല്യാണം നടക്കുന്നത് പോലെ അത്. കാരണം ഒത്തിരി പേരില്ലേ വിളിക്കാൻ നടക്കുന്നത്. കാരണം അന്ന് അപ്പൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്?
25-ാം ചരമവാർഷികം ആചരിക്കണമെന്ന് ഒരപ്പൻ അവസാനം പറഞ്ഞ വാക്ക് കേൾക്കാൻ, അത് ചെയ്യാൻ മക്കളെല്ലാം കടപ്പെട്ടവരാ അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ചെയ്യില്ലേ അങ്ങനെ? ഇപ്പം എന്നോടൊരമ്മ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പന്മാർ ഓർക്കും, അപ്പൻ എന്നോട് പറഞ്ഞേക്കുന്നത് അത് നമ്മൾ ചെയ്യും. അത് ചെയ്യാതെ പോയാൽ നമുക്ക് എന്തോ ഒരു കടം കിടപ്പുണ്ട് എന്നൊരു ചിന്ത. അതായത് ചിലപ്പോൾ ഒരു അഭിവൃദ്ധി വന്നേ, ദൈവമേ അത് ഞാൻ ഘോഷിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു അഭിവൃദ്ധി വരാത്തതെന്ന് ചിന്തിക്കുന്ന മക്കളും ഇന്ന് നമ്മുടെ ഈ ലോകത്തുണ്ട്. അപ്പോഴും ഈശോ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പൻ കുടുംബത്തിന് വേണ്ടി മുറിയപ്പെടണം. അമ്മ ആർക്ക് വേണ്ടിയൊക്കെ മുറിയപ്പെടണം? അപ്പൻ കുടുംബത്തിന് വേണ്ടി മുറിയപ്പെടുമ്പോൾ അമ്മ ആർക്കൊക്കെ വേണ്ടി മുറിയപ്പെടണം? ഭർത്താവിനും മക്കൾക്കും വേണ്ടി മുറിയപ്പെടണം. അപ്പോൾ കുട്ടികൾ ആർക്ക് വേണ്ടി മുറിയപ്പെടണം? മാതാപിതാക്കന്മാർക്ക് വേണ്ടി മുറിയപ്പെടണം. അപ്പൊ ഇങ്ങനെ മുറിയപ്പെടണമെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ എന്തുണ്ടാവുള്ളൂ? സ്നേഹം ഉണ്ടാവും. സ്നേഹമില്ലാതെ, ഒരുക്കമില്ലാതെ നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായി. സമയത്ത് വീട്ടിൽ അപ്പനും അമ്മയൊക്കെ വഴക്കുണ്ടാക്കി, അപ്പനോട് പിണങ്ങി, അങ്ങനെ അമ്മയോട് പിണങ്ങിയൊക്കെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വന്ന് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വേണ്ടത്ര ഒരുക്കമില്ലാതെ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടുണ്ടോ എങ്കിൽ ഈശോ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 41. ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിച്ച ഈശോ നമ്മോട് പറയുന്ന കേൾക്കണേ, ശ്രദ്ധിക്കണേ. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എന്താ പറയുന്നേ? കണ്ടോ? ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശോ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. അപ്പൊ എന്നെ നോക്കി ഈശോ ഇങ്ങനെ പറയുവോ? ചിന്തിക്കണം. എല്ലാവരും നാളെ കുമ്പസാരത്തിലൊക്കെ നന്നായിട്ട് ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിച്ചതും ഒരുക്കമില്ലാതെ മറ്റു കുർബാന സ്വീകരിച്ച കുർബാനയിൽ വന്ന് സംബന്ധിച്ചതുമൊക്കെ അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈശോയെ ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സമയം ഈശോയോടൊന്ന് പറഞ്ഞേ, എൻ്റെ ഈശോയെ ഒരുക്കമുള്ള ഹൃദയം എനിക്ക് തരണമേ എന്ന് പറഞ്ഞേ. എൻ്റെ ഈശോയെ ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ, എനിക്ക് തരണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ, എനിക്ക് തരണമേ. കുടുംബത്തിലെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നല്ല സംസാരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നല്ല സംസാരം കുടുംബത്തിലുണ്ടാവും. അല്ലെ? എന്നാ സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം വചനം പറയുന്നുണ്ട്. മത്തായി 5:37. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടതയിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറത്തുള്ളതൊക്കെ എവിടുന്നാ വരുന്നേ? ദുഷ്ടനിൽ നിന്നാ വരുന്നേ. നമ്മുടെ നാവിന് എത്ര നീളം ഉണ്ടെന്ന് അറിയാവോ? ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ ഉണ്ടല്ലേ. 3 ഇഞ്ച് നീളമുള്ള നാവ് കൊണ്ട് 6 അടി ഉയരമുള്ള ഒരുത്തനെ വധിക്കാൻ പറ്റും ഇല്ലേ? നമ്മുടെ നാവ് കൊണ്ട് എത്ര പേരെയാ നമ്മൾ വധിച്ചിട്ടേക്കുന്നത്? അങ്ങനെയുണ്ടോ? നമ്മൾ വധിച്ചിട്ടുണ്ടോ എല്ലാവരെയും? ഇല്ലല്ലേ, ഞങ്ങളൊന്നും വധിച്ചിട്ടൊന്നുമില്ല. കൂട്ടുകാരനെ ചീത്ത വിളിച്ചെങ്കിൽ നീ വധിച്ചിട്ടുണ്ട്, കൂട്ടുകാരനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വധിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വിശുദ്ധരായ മക്കളാണ് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം പറഞ്ഞു വെച്ചേക്കുകയാണ് 3:6 നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെ തീർത്ത്. എന്താ പറഞ്ഞേ? അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെ തീർക്കുന്നു. ഞാൻ പറഞ്ഞ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനാ. ഒന്നൊന്ന് പറയാം. മുഖത്തോട് മുഖം നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, മുഖത്തോട് മുഖം നോക്കിക്കേ. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. ഇങ്ങോട്ട് നോക്കിക്കോ. ഒരു തീപ്പൊരിക്ക് ഒരു വനത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റൂലേ? ഒരു ചെറിയ തീപ്പൊരി മതി അല്ലേ? ഇപ്പൊ വാഗമണ്ണിന് പോകുന്ന റൂട്ടില് നല്ല വേനൽക്കാലമാണ്, ഒരു ചെറിയ തീപ്പൊരി മതി, എന്നാ സംഭവിക്കും? ആ പുല്ല് മുഴുവൻ കത്തിക്കര. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ മുറിപ്പെടുത്തരുത്. മുറിപ്പെടുത്തുന്ന സംസാരം ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അനുദപിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പാപമോചനം നമ്മൾ മേടിക്കണം. അതുകൊണ്ട് നമ്മളോട് പറയാണ്, അളന്നു തൂക്കിയ വാക്കുപയോഗിക്കുക. ഇതെല്ലാം പ്രഭാഷകന്റെ പുസ്തകത്തിൽ കിടക്കുക. അളന്നു തൂക്കി വാക്കുപയോഗിക്കണം. ഞാൻ ചോദിച്ചേ, നമുക്കൊക്കെ കുടുംബ കൂട്ടായ്മയൊക്കെ ഉണ്ട് അല്ലേ? കുടുംബ കൂട്ടായ്മ നമ്മളെല്ലാം പോകും. ചിലർ ആ പരിസരത്തോട്ട് അടുക്കില്ലായിരിക്കാം. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, വേറെ കുടുംബ കൂട്ടായ്മ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെല്ലാവരുടെയും ഒന്ന് ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ?
കുടുംബ കൂട്ടായ്മ ഇങ്ങനെ ഒരു സൗഹൃദമൊക്കെ ഉണ്ടോ നമ്മുടെ വീട്ടില്? അപ്പനും മക്കളൂടെ ഒന്നിച്ചിരുന്നൊരു വർത്തമാനം, അതോ ഭക്ഷണം കഴിച്ചാൽ അവനവന്റെ വീട്ടിലെ അവന്റെ മുറിയിലേക്ക്, അവൾ അവളുടെ മുറിയിലേക്ക്, ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലേക്ക്, അങ്ങനെയാണോ കുടുംബത്തിൽ? അല്ല, നമ്മൾ ഒന്നിച്ചിരുന്ന് മക്കളൊക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറയാം. വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അടുത്ത വീട്ടിലെ ചാക്കോച്ച ചേട്ടൻ്റെയും അപ്പുറത്തെ വീട്ടിലെ അന്നമ്മ ചേച്ചിയുടെയും കുറ്റം പറയരുത്. നാവ് തീയ, അതെന്നാ ചെയ്യും? ദുഷ്ടതയുടെ ലോകം തീർക്കും. അതായത് നമ്മുടെ കുടുംബത്തിൽ ആ ദുഷ്ടത വരും. പിന്നെ നമ്മൾ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ, അപ്പൊ ഉചിതമായത് നമുക്ക് സംസാരിച്ചാൽ അനേകരുടെ ജീവിതങ്ങളെ നമുക്ക് നേടാനായിട്ട് പറ്റും. ഈ കുഞ്ഞുമക്കളോട്, മോനെ നീ ഇന്ന് കുർബാനയ്ക്ക് കൂടി നന്നായിരുന്നു, ഒരു പ്രോത്സാഹനം കൊടുത്തു നോക്കിക്കേ, പിന്നെ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കും കുറച്ചുകൂടെ. എന്ത് ചെയ്യും? ഒന്നും തെറ്റിക്കാതെ അവൻ ചെല്ലാൻ നോക്കും. ഇനി പാട്ട് പാടുന്ന ഒരു മകനാണ്, അവനോട് പറയാം, എടാ കുട്ടാ നല്ല പാട്ടായിരുന്നു, ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നോക്കിക്കേ. അവൻ പിന്നെ ഒരിക്കലും പുറകോട്ട് പോയില്ല, അവൻ മുന്നോട്ടേ പോകൂ. കാരണവന്മാരൊക്കെ കുഞ്ഞുങ്ങളുടെ കഴിവൊക്കെ കാണുമ്പോൾ എന്നാ പറയണം? എടാ നന്നായിരുന്നു. തെറ്റു വല്ലതും ഉണ്ടെങ്കിൽ എടാ നന്നായിരുന്നു, അവിടെ ഒരു ഇച്ചിരി കൂടെ ശരിയാക്കുവാണോ നന്നായിരുന്നു. അവന് വിഷമം വരുമോ അങ്ങനെ പറഞ്ഞ? വിഷമം വരില്ല. നന്മ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണേ, നാവ് തീയായതുകൊണ്ട് തന്നെയാണ് വായ്ക്കുള്ളില് വെള്ളത്തിൽ നാവിനെ ഇട്ടിരിക്കുന്നത്. കേട്ടോ, നാവ് തീയായതുകൊണ്ടാ വായ്ക്കുള്ളിൽ വെള്ളം ഉണ്ടോ? ഉണ്ടല്ലേ, ഉമ്മനീരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാവിനെ വെള്ളത്തിലിട്ടേക്കുന്നത്. നാവ് തീയായിട്ടോ കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തീയുമായിട്ട് കളിക്കുന്നത് എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വേണം കഴിക്കാൻ. എന്ത് ചെയ്യണം? തീയായിട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇനി നാവ് കൊണ്ട് കളിക്കുന്നതും സൂക്ഷിച്ചു വേണം. തീയുമായിട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, നാവ് കൊണ്ട് കളിക്കുന്നതും സൂക്ഷിച്ചു വേണം. അതുകൊണ്ട് സങ്കീർത്തനം 31:1 വചനം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്. ആ വചനം കൂടി ഒന്ന് നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 31:1. കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്കിട വരുത്തരുതേ, നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. വചനം 31:1. ഈ വചനമാണ് 31:2 ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ ശ്രദ്ധിക്കും. ജീവനെ നശിപ്പിക്കാനും വളർത്താനും നാവിന് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ്? നാവിന് എന്ത് ചെയ്യണം? നന്മ പറയുക, മറ്റുള്ളവരുടെ നന്മ. അത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. എന്താ പറഞ്ഞേ? വിലകെട്ടവ പറയാതെ പറഞ്ഞേ. കേട്ടില്ലാരും? വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയണേ. മക്കനെ നല്ലത് വരും, അഭിവൃദ്ധി വരും. പക്ഷെ SSLC എനിക്ക് നല്ല മാർക്ക് കിട്ടൂടാ പ്രതീക്ഷയോടെ എന്നാ ചെയ്യണം? എല്ലാ ദിവസവും പള്ളി പൊക്കെ പോയി കുർബാന കണ്ട് പ്രാർത്ഥിച്ച് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണം. അവധിക്കാലത്ത് മുഴുവൻ അതിലിങ്ങനെ കിടന്നുറങ്ങാൻ അനുവദിക്കരുത്. എന്ത് ചെയ്യണം? 1 മണിക്കൂറല്ലേ കുർബാനയുള്ളൂ. അപ്പന്മാരെ, അമ്മച്ചിമാരെ ഓർക്കണം, കുഞ്ഞുങ്ങളെ വിശുദ്ധ ബലിക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടണം. എടാ കൊച്ചേ, അമ്മ പോയി വരട്ടെ, കൊച്ചു കിടന്നോടാൻ പറഞ്ഞ് മൂടി പുതപ്പിച്ചിട്ടിട്ട് പോരരുത്. വാ, നമുക്ക് 2 പേർ കൂടെ എങ്ങോട്ട് പോകാന്നാ പറയണ്ടേ? നമുക്ക് 2 പേർ കൂടെ, നമുക്ക് എല്ലാവർക്കും കൂടെ. എടാ നീ പള്ളി പോടാന്ന് പറഞ്ഞിട്ട് അപ്പം വീട്ടിലിരിക്കരുത്. എന്നാ ചെയ്യണം? വാ, നമുക്ക് 2 പേർ കൂടെ പള്ളി പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകണം. അവിടെയാണ് മാതൃകയുള്ള അപ്പൻ, മാതൃകയുള്ള അമ്മ മക്കളെ വായോ ഏറ്റുവായോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോരുന്ന അപ്പനും അമ്മയുമാണ് നല്ല മാതൃകകളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഇനി വാക്കിലൂടെ വരുന്ന തിന്മകൾ എന്തൊക്കെയാ? മറ്റുള്ളവരെ വിധിക്കല്, ശാപവാക്കുകൾ പറയല്, അശുദ്ധ ഭാഷണം. ഇതൊക്കെയാണ് നമ്മുടെ നാവിലൂടെ വരുന്ന തിന്മകൾ. ഈ പ്രഭാഷകന്റെ പുസ്തകം പറയുന്നുണ്ട്, അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുത്. അടുത്തിരിക്കുന്നവർ പറഞ്ഞ്, അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുതെന്ന്. എൻ്റെ ചേട്ടന്മാരെ ഒന്ന് പറഞ്ഞ് അവരോട്, പരസ്പരം അടുത്തിരിക്കുന്നവരോട്, അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുതെന്ന്. അതുകൊണ്ട് ഓർക്കണേ, വ്യർത്ഥ ഭാഷണത്തിന് ഒരിക്കലും അഭിഷേകം കിട്ടില്ല കേട്ടോ. വ്യർത്ഥ ഭാഷണത്തിന് അഭിഷേകം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വായിലൂടെ പുറപ്പെടേണ്ടത് എന്നൊക്കെയാ മക്കളെ? എന്നതാണ് വായിക്കൂടെ പുറപ്പെടേണ്ടത്? നമ്മുടെ വായിക്കൂടെ എന്തൊക്കെയാ പുറപ്പെടേണ്ടത്? പറഞ്ഞേ. അഭിനന്ദനം, പിന്നെ എന്താ? നല്ല വാക്ക്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, അഭിനന്ദനം കൊടുക്കുക, നന്ദി പറയുക. ഓർത്ത് നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന, കൊച്ചാ നീ നന്നായിട്ട് ചെയ്തു കേട്ടോ, നന്ദി കേട്ടോ, ഒരു വാക്ക് പറയുമോ മക്കളോട്?
ഭർത്താവാണെങ്കിൽ വിവാഹ വാർഷികത്തിന് സമയത്ത് ഒരു നല്ല സാരി, അവർക്ക് ഇഷ്ടപ്പെട്ട കളറാണെന്ന് ഭർത്താവിന് കൃത്യം അറിയാം. ഒരു ഇഷ്ടപ്പെട്ട സാരി മേടിച്ചോണ്ട് പറയാം, എടി ഇതാ നമ്മുടെ വിവാഹ വാർഷികയല്ലേ, ഇരിക്കട്ടെ നിനക്ക് ഒരെണ്ണം പറഞ്ഞു കൊടുത്തു. അയ്യ കണ്ടച്ചാ മതി. ചേട്ടൻ ഓർത്ത് തന്നെ ഇവളുടെ ഇഷ്ടപ്പെട്ട കളറാ മേടിച്ചോണ്ട് വന്ന്, എന്നാ ചെയ്യും? ചേട്ടന് കണ്ട കളറ് അല്ലേ ഇങ്ങനെ പറഞ്ഞു. എന്ത് ചെയ്യണം? അത് പൊന്നുപോലെ മേടിക്കണം, കാരണം എന്റെ പൊന്നല്ലേ അത്, ശരിയല്ലേ? അതെ, ദൈവം ഒന്നിപ്പിച്ച് എന്റെ നിങ്ങളുടെ പകുതിയായത് അല്ലേ? അപ്പൊ ആ പകുതി മേടിച്ചോണ്ട് വരുന്ന എല്ലാം സ്വീകരിക്കണം, അല്ലാതെ ഞാൻ തിരിച്ചും ചെയ്യണം. ചേട്ടൻ ഇത് മേടിച്ചോണ്ട് വന്നല്ലേ, എന്നാ ഇരിക്കട്ടെ, ചേട്ടന് ഒരു ഷർട്ടും പാൻ്റാണേ പാൻറ്, മുണ്ടാണേ മുണ്ട് മേടിച്ചു കൊടുക്കണം. അപ്പോഴവിടെയൊക്കെയാ സ്നേഹം. അപ്പൊ ഇത് കാണുന്ന മക്കൾ എന്നാ ചെയ്യും? അയ്യോ അപ്പാടെയും അമ്മയുടെയും എന്താണ് വിവാഹ വാർഷികമാണ്, എന്ത് ചെയ്യും നിങ്ങൾ? ഒരു കേക്ക് മേടിച്ച് മുറിക്കുവോ? മുറിക്കാറുണ്ടോ? ഉണ്ട്. ഇന്നൊക്കെ എല്ലാ വീട്ടിലും ആഘോഷത്തിനൊന്നും ഒരു കുറവില്ല. പക്ഷെ എന്താ കുറവ്? സ്നേഹം അല്ലേ? നോർത്ത് നോക്കിക്കേ, നമുക്ക് സ്നേഹപൂർവ്വം കൊണ്ടുവരുന്ന 2 കൈ നീട്ടി മേടിക്കാനായിട്ട് എനിക്ക് പറ്റണം. ഇനി അടുത്ത ഒരെണ്ണമാണ്, കണ്ടതിനും വേണ്ടാത്തതിനും എല്ലാത്തിനും നേർച്ച നേരുക. നേർച്ച നേർന്നു കുഴപ്പമില്ല, പക്ഷെ നേർച്ച നേർന്നാൽ എന്ത് ചെയ്യണം? അത് നിറവേറ്റണം. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു. ചേച്ചിക്ക് പുറത്തോട്ട് പോകണം. ഒരു കുഞ്ഞുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഒരു 4 വർഷം കഴിഞ്ഞാണ് അവർക്ക് കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടാകുന്നത്. അന്ന് അവർ നേർച്ച നേർന്നിരുന്നു കുറവലങ്ങാട് മുത്തിയമ്മയ്ക്കാണ്. അങ്ങനെ ഏതൊരു പള്ളിയിലാണ് ഞങ്ങളൊരു 1/2 പവൻ്റെ സ്വർണം ഇട്ടേക്കാം. അങ്ങനെ ഇവര് കൊച്ചിനെയൊക്കെ കൊണ്ട് വിദേശത്ത് പോയി. വിദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ജോലിക്ക് തടസ്സം. ചേട്ടന് ജോലി പ്രവേശിക്കാൻ പറ്റുന്നില്ല. കുറെ നാളായതോ കേട്ടോ, ജോലി പ്രവേശിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇതെന്നാ കാരണം? ഇവർ അന്വേഷിക്കണം. ഒന്ന് ഇവര് ദൈവകൃപയോട് സഹകരിക്കുന്ന മക്കളാ. പക്ഷെ ഈ നേർച്ചയുടെ കാര്യം മറന്നുപോയി. കൊച്ചിനെ കിട്ടിയപ്പം നേർച്ച നേർന്ന് മറന്നുപോയി. ഇത് വിദേശത്ത് ചെന്നു. ചേട്ടൻ്റെ ജോലി ഇപ്പം ഇല്ല. ഇവളുടെ ശമ്പളം കൊണ്ട് തന്നെ UK ജീവിക്കാൻ ഭയങ്കര പാടാ അല്ലേ? അപ്പം ഇവർ ചിന്തിക്കാൻ തുടങ്ങി, എന്നെ പറ്റിയേ നമ്മുടെ ഇങ്ങനെ. അപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കൊക്കെ തുടങ്ങി. അങ്ങനെ അവര് വീട്ടിലെന്തോ ആവശ്യത്തിന് നാട്ടി വന്നു. അങ്ങനെയാണ് ഞാനുമായിട്ട് പരിചയപ്പെട്ടത്. അങ്ങനെ പരിചയപ്പെട്ട സമയത്ത് ഈ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴേ കാണിക്കുകയാണ്, ഒരു കുഞ്ഞു മാല കാണിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഒരു കുഞ്ഞു മാല നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലേ, എന്നാ പറ്റിയേ? ഒരു കുഞ്ഞു മാല വല്ല നേർച്ചയെ നേർന്നായിരുന്നോ? അപ്പോഴാ ഓർത്തേ, എൻ്റെ പൊന്നു സിസ്റ്ററെ, കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തടസ്സമായിരുന്നു ഭയങ്കരം. പിന്നെ കുഞ്ഞുണ്ടായപ്പോൾ ഞങ്ങളൊരു നേർച്ച നേർന്നിരുന്നു, അത് ഞങ്ങൾ ഇട്ടിട്ടില്ല. കണ്ടോ, ചില നേർച്ചക്കടങ്ങൾ അങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നേർച്ച നേർന്നാൽ അത് പറ്റുന്നത് നേരാവുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കടം കിടക്കും. ഇതുപോലെ ഓരോ കാര്യവും. പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞിട്ട് വിടും. പ്രാർത്ഥിച്ചില്ലേ കടം ആർക്കിരിക്കും? നമ്മളോടൊക്കെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ എന്നാ പറയും? പ്രാർത്ഥിക്കാന്ന് പറയും. അപ്പൊ തന്നെ പ്രാർത്ഥിച്ചാണ്, എൻ്റെ ഈശോയെ ആ സിസ്റ്ററിനെ അനുഗ്രഹിച്ചേക്കണേ, ആ അച്ഛനെ അനുഗ്രഹിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ ആ കടം കിടക്കും. ചേച്ചി ഓർക്കും, ഇന്ന് വൈകുന്നേരത്തെ കൊന്തയുടെ സമയത്ത് പ്രാർത്ഥിച്ചേക്കാന്ന്. ആ സമയത്താ ഓർക്കുന്നത്, കോഴിയുടെ കൂടെ അടച്ചില്ല, അയ്യോ അത് എന്ന് കറി ഇപ്പൊ തന്നെ കരിഞ്ഞ മണം വരുന്നുണ്ട് ചെന്നിൽ. അപ്പൊ പിന്നെ ആ പ്രാർത്ഥന നമ്മൾ മറന്നുപോകും. ഈ കടം ആരുടെ കൈ കിടക്കും? ചേച്ചിയുടെ കൈ കിടക്കും. അപ്പം പ്രാർത്ഥന നേർച്ചയൊക്കെ നേർന്നാൽ അത് നിറവേറ്റുന്ന കാര്യം. ഇനി ആ ചേട്ടൻ്റെ അവര് അന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് കൊണ്ടുപോയി ഇട്ടു. ചേട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ജോലിയുടെ തടസ്സം മാറി. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരിക്കലൊരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് അമ്മയ്ക്ക് വിദേശത്ത് പോകാൻ തടസ്സം മാറാൻ പ്രാർത്ഥിക്കണം. അമ്മയുടെ ആഗ്രഹം ഇതാണ്, തടസ്സം മാറാൻ പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അപ്പം ചേച്ചിയോട്, ചേച്ചി ഈശോയ്ക്കല്ലാതെ ആർക്കാ ചേച്ചി കൂടുതൽ വലിയൊരു സ്ഥാനമൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ജഡിക പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഒരു ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇതാണ്, ചേച്ചി ജഡിക പാപം, സിനിമ, സീരിയല് അല്ലാത്ത കുറച്ച് പരിപാടിയൊക്കെ ചേച്ചിയുടെ ജീവിതത്തിലുണ്ട്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതത്തിലെ തടസ്സം ഈശോ മാറ്റും. ദാമ്പത്തിക അവിശ്വസ്തത ദൈവം വെറുക്കുന്ന പാപമാണ്. എന്താണ് ദാമ്പത്തിക അവിശ്വസ്തത? നിനക്ക് നിന്റെ കൂട്ടായി തന്നിരിക്കുന്ന ഭർത്താവിന് കൂട്ടായി നൽകിയിരിക്കുന്ന ഭാര്യ നിങ്ങൾ സ്നേഹിക്കണം. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ മറിയാമ്മ ചേച്ചിയെ ലീലാമ്മ ചേച്ചിയെ ചേട്ടൻ സ്നേഹിച്ചിട്ട് കാര്യമില്ല. ദാമ്പത്തിക വിശ്വസ്തതയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നല്ല വേഷമിട്ടിട്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ ആ പാപം മറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ?
നല്ല വേഷമൊക്കെ ഇട്ട് ദിവ്യകാരുണ്യെ സ്വീകരിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപം ക്ഷമിക്കുവോ കർത്താവ്? ഇല്ല. കാരണം എന്റെ ഭർത്താവിനോടുള്ള വിശ്വസ്തതയിൽ ഇവൾ പുറകോട്ടാണ്, ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു കൂദാശ സാധിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഹിന്ദു കുട്ടികളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെയൊക്കെ TTCക്കൊക്കെ പഠിക്കുന്ന കാലത്ത് അവർ പറയും, നിങ്ങൾക്ക് ഇങ്ങനെ കുമ്പസാരിക്കാൻ അവസരം, ഞങ്ങളുടെ പാവമല്ല ഞങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി ഇറക്കുന്നത്? നമുക്ക് നോക്കിക്കേ, ഒരു പാപം ചെയ്താൽ അനുതപിച്ച് കുമ്പസാരിക്കാൻ ഒരു വേദി ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അനുതപിച്ച് കരയുന്നവരുടെ അടിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-16 വചനം പറയുന്നുണ്ട്, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, ഒരുവൻ തന്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ വ്യാപരിക്കുവിൻ, അവിശ്വസ്തത കാണിക്കരുത്. എൻ്റെ ഭർത്താവിനോട് ഞാൻ അവിശ്വസ്തയായിരുന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ല. എൻ്റെ ഭാര്യയോട് ഞാൻ അവിശ്വസ്തത കാണിച്ചാൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. അന്ന് ദേവാലയത്തിൽ വെച്ച് കർത്താവിൻ്റെ പുരോഹിതന്റെ മുമ്പിൽ ബൈബിളിൽ തൊട്ട് ബലിപീഠത്തിന് സാക്ഷ്യം നിർത്തി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാ നിങ്ങളെല്ലാവരും തന്നെ, ഏകദേശം ഭൂരിപക്ഷം പേരും. അതുകൊണ്ട് ആസക്തികൾ വരുമ്പോൾ നമ്മൾ ഓർക്കണം, വേലി പൊളിച്ച് പുറത്തേക്ക് കടക്കരുത്. വിശ്വസ്തതയില്ലാത്തത് കൊണ്ടാണ് വേലി പൊളിഞ്ഞ് പുറന്ന് ഇടയ്ക്കൊക്കെ പോകുന്നത്. വിശ്വസ്തത കുറവ് ദാമ്പത്തിക ജീവിതത്തിൽ വന്നാൽ നമ്മുടെ വേലി പുറത്ത് പൊളിഞ്ഞു കിടക്കും. പൊളിഞ്ഞു കിടന്നാൽ തിന്മയ്ക്ക് കയറാൻ എളുപ്പമാണ്. ഇന്ന് തിന്മ കയറാൻ നല്ല എളുപ്പമുണ്ട്, നമ്മുടെ കയ്യിൽ മറ്റേ ഉപകരണം ഉള്ളത് കൊണ്ട്. ഭർത്താവും ഭാര്യയും കൂടെ പിണങ്ങിക്കഴിഞ്ഞാൽ ഭാര്യ ചെയ്യുന്നൊരു പണിയാണ്, അന്നേ ദിവസം ഭർത്താവിന് ഭക്ഷണം ഇല്ല. ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യം പറയുകയാണ്, എന്തോ പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല, എന്നാ തന്നെ ഉണ്ടാക്കി കഴിക്ക്. ഞാൻ പോയി മുറി കയറി ഈ സാധനം തോണ്ടാ മുഴുവൻ എന്നാ പറഞ്ഞത്, ഭർത്താവിന് കുറ്റം മുഴുവൻ അടിച്ചടിച്ച് അനീത്തിയോടും ചേർത്തിയോടും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്തേ. പറമ്പിൽ അപ്പം പണിയാൻ പോകുമ്പോൾ ഭാര്യ കൂടത്തിൽ പൊക്കെ, ഭർത്താവ് പണിയാൻ പോകുമ്പോൾ ഭാര്യ കൂടത്തിൽ പൊക്കെ. ഭാര്യയുടെ കൂടെ അടുക്കളപ്പണിക്ക് ചേട്ടൻ കൂടുമെങ്കിൽ, ഇന്ന് ഞാൻ എൻ്റെ അടുക്കളപ്പണി എടുത്ത് മടുത്തേന്ന് പറഞ്ഞിരിക്കുമ്പോൾ കൂടെ വന്ന് സഹായിക്കും, പാത്രം ഞാൻ കഴുകിത്തരാടി. നോർത്ത് നോക്കിയേ, ആദ്യകാലത്തെ സ്നേഹം അങ്ങനെയല്ലായിരുന്നോ? തേങ്ങ ഞാൻ തിരണ്ടി തരാം എന്ന് പറഞ്ഞ് കൂടെ വരുന്ന ഭർത്താവല്ലായിരുന്നോ? എന്തേ ഇപ്പൊ തേങ്ങയൊന്നും ഇല്ലല്ലോ? നമ്മൾ ഓർക്കണം, പരസ്പരം പങ്കുവെച്ച് ചെയ്യുന്ന ജോലിയിലൊക്കെ ദൈവത്തിന്റെ ഒരു അഭിഷേകം, ദൈവത്തിന്റെ ഒരു കൃപയുണ്ടാവും. നീ അശ്ലീല വീഡിയോ കൂട്ടുകാരന് ഷെയർ ചെയ്തിട്ട് നീ ഡീസന്റായി നടന്നാൽ അതിന്റെ ഇരട്ടി പങ്ക് നിനക്കാ കിട്ടുന്നേ. എന്നാ പങ്കാ? ശിക്ഷയുടെ പങ്ക്. വേണ്ടാത്തതെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ദൈവമക്കളെ, നിങ്ങൾ കർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭയെക്കുറിച്ച്, തിരുസഭയെക്കുറിച്ച് ചിലരിരുന്നുണ്ട് ഇങ്ങനെ മോശമായിട്ട്. അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ ആ പാപത്തിന്റെ കടം ആര് വിട്ടും? തിരുസഭയുടെ മക്കൾ, തിരുസഭയുടെ ഹൃദയത്തിലായിരിക്കുന്ന മക്കൾ തിരുസഭയ്ക്കെതിരായി തിരിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ ഓർക്കണം, നന്മയുടെ വഴിയിലൂടെ നിങ്ങൾ നടന്ന് നീങ്ങ്. നന്മ ഏതാ തിന്മ ഏതാ എന്ന് കൃത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നേ. കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം ഏതാ നന്മ. ഒരച്ഛനെ, ഒരു സിസ്റ്ററിനെ മോശമായത് സംസാരിക്കുന്ന എല്ലാവർക്കും അറിയാം. തെറ്റ് കാണിച്ചാൽ നിങ്ങൾ പരസ്പരം പറയേണ്ട, അവരോട് തന്നെ ചെന്ന് പറഞ്ഞു. അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുകയാണ്, വെറും താറടിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ചങ്കിന് വേദനയുണ്ടാകുന്നത്. എൻ്റെ പെങ്ങളാണ്, നിങ്ങളുടെ ഒരു സിസ്റ്ററിനെയാന്ന് നോക്കുക. ഇപ്പം അടുത്ത ദിവസങ്ങൾ യൂട്യൂബിൽ കണ്ടു, ഒരു സിസ്റ്ററിനെ ഇപ്പം ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്താ കാരണം? അവിടുത്തെ നേഴ്സിംഗ് വിദ്യാർത്ഥി 30% ഹാജർ അത്രയേ ഉള്ളൂ. അപ്പൊ പരീക്ഷ എഴുതാൻ പറ്റില്ല, നിയമം അവിടുത്തെ. പക്ഷെ കൊച്ചു പറഞ്ഞേക്കുന്ന വേറെ എന്തോ കാര്യം. എൻ്റെ പാപം സിസ്റ്റർ കിടക്കുന്ന എവിടെയാ? നീതിക്ക് വേണ്ടി പീഡക സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവം വചനം പറഞ്ഞിട്ടുണ്ട്. ഈ സിസ്റ്റർ ധൈര്യപൂർവ്വം നിൽക്കുക. കാരണം ആ സിസ്റ്റർ ആരുടെ മണവാട്ടിയാ സിസ്റ്റർ? ദൈവത്തിന്റെ മണവാട്ടിയാ. നീതിക്ക് വേണ്ടി പീഡക സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ.
വഴിവിട്ട ബന്ധങ്ങൾ, ജഡപാപങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ എന്നാ സംഭവിക്കുമെന്നറിയോ? നമ്മുടെ ഭവനം താന്ന് അടിക്കടി തകരും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പ്രത്യേകിച്ച് 1-ാം പ്രമാണം 6-ാം പ്രമാണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട് എങ്കിൽ നമ്മൾ ഓർക്കണം, അതിൻ്റെ അകത്തുനിന്ന് പൂർണ്ണ വിടുതലും വിമോചനവും നമ്മൾ നേടണം. എത്ര ധ്യാനം കൂടിയിട്ടൊന്നും കാര്യമില്ല, തിരുനാൾ ആഘോഷിച്ച് കാര്യമില്ല, കുരിശടി പണിത് കൊടുത്തിട്ട് കാര്യമില്ല. തെറ്റ് തിരുത്തണം, അനുദപിക്കണം, ഏറ്റുപറയണം. എന്ത് ചെയ്യണം? ഒരു പാപം ചെയ്താൽ നമ്മൾ ഏറ്റുപറയണം, കുമ്പസാരിക്കണം, അനുദപിക്കണം. അതുകൊണ്ടാണ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 2 വചനം പറഞ്ഞു വെക്കുന്നുണ്ട്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈശോയെ, എനിക്ക് അനുദപിക്കാനുള്ളൊരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായലേഖനം 12:14 പറഞ്ഞു വെച്ചേക്കുകയാണ്, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ കഴിയുകയില്ല എന്ന്. അതുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം, നിങ്ങൾ വിശുദ്ധി പ്രാപിക്കണം. എന്താണ് കാണേണ്ടത്, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് നമുക്കറിയാം. അതനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ആത്മനിയന്ത്രണം വേണം. മീഡിയയുടെ മേഖലയിലൊക്കെ നമുക്കൊരു നിയന്ത്രണം വേണം. ഇന്നത് മതിയെന്നേ, അത് കണ്ടാ മതിയെന്നേ, എല്ലാ സീരിയലും കാണണ്ടാന്നേ. കഴിഞ്ഞ ദിവസം അമ്മച്ചി പറഞ്ഞ, എൻ്റെ സിസ്റ്ററെ ചാച്ചനും അമ്മയുണ്ട് വീട്ടില്, കൊച്ചു 10-ാം ക്ലാസ്സിൽ പഠിക്കും, അവരെ ഉറക്ക വെക്കുക, കൊച്ചിന് പഠിക്കാൻ പറ്റണില്ല, കൊച്ചു അവിടെ പോയിരുന്ന് കാണും. അതുകൊണ്ട് ഓർക്കണേ, കുഞ്ഞു മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ ആ ജീവിയൊക്കെ എന്ത് ചെയ്യണം? തക്കാലം കുഞ്ഞിന് വേണ്ടി പല വീട്ടിലും പിന്നെ കട്ടൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്, ചിലയിടത്തൊന്നും ഇല്ല ഇപ്പോൾ. എന്ത് ചെയ്യണം? മക്കൾക്ക് വേണ്ടി അമ്മമാരും കുറെ ആത്മനിയന്ത്രണം പാലിക്കണം. നീ പാപം ചെയ്യുന്നവൻ ആരെന്നൊക്കെ അകലുന്നേ? ഒന്ന് പറഞ്ഞേ, പാപം ചെയ്യുന്നവൻ ആരെന്നൊക്കെ അകലുന്നേ? ദൈവത്തിൽ നിന്നകലും, പിന്നെ സഹോദരങ്ങളിൽ നിന്നകലും. പിന്നെ നിങ്ങൾക്ക് എന്നാ സംഭവിക്കുന്ന? പാപം ചെയ്തു കഴിഞ്ഞാൽ മനസമാധാനം നഷ്ടപ്പെടും, ഇല്ലേ? ചേട്ടനോട് പിണങ്ങിയിരുന്ന ചേച്ചിക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? ചേട്ടാ, ചേച്ചിയോട് പിണങ്ങിയിട്ട് ചേട്ടന് പോയി കിടക്കാൻ പോയ ചേട്ടന് ഉറങ്ങാൻ പറ്റുമോ? അങ്ങനെ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. ഒരു ചേച്ചി എന്നോട് പറഞ്ഞ, എൻ്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ അന്ന് അറിയാതെ ഒന്നും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കിടന്നു. പിറ്റേ ദിവസം ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ ഏറ്റില്ല. ചുമ്മാ ഏറ്റില്ലെന്നല്ല പറഞ്ഞേ, പോയി. അതുകൊണ്ട് ഓർക്കണം, പിണങ്ങിയൊന്നും ഒരിക്കലും കിടന്നേക്കരുത് കേട്ടോ. എന്ത് ചെയ്യണം? ഒരല്പ നേരത്തേക്കൊക്കെ ഒന്ന് വന്നാലും എന്ത് ചെയ്യണം? സാരയില്ല, പോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം, മിണ്ടണം. അതുകൊണ്ട് ഓർക്കണേ, കൃപയില്ലാത്ത അവസ്ഥയാണ് പാപാവസ്ഥ. തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ കൃപയില്ലെങ്കിൽ ഞാൻ ഏതോ പാപത്തിന്റെ അടിമത്തത്തിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലേവ്യരുടെ പുസ്തകം 19:31 നമ്മളോട് പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവം. എന്താ പറയുന്നേ? ഞാനാണ് നിങ്ങളുടെ ദൈവം. ഈശോട് പറയും, എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ ദൈവം, ഞാൻ അങ്ങിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഈശോ എടുത്ത് പോകണം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങ് ശരണപ്പെടുന്നു, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അതൊക്കെ കേൾക്കാൻ ഈശോ കൊതിക്കുന്നുണ്ടെന്നേ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം? വേറൊക്കെ പാടി നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പാടി നോക്കിക്കേ. കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടാവും, നമ്മുടെ നാവ് ചീത്തയും പറയില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു യുവാവ് ഒരമ്മച്ചി വന്ന് പറഞ്ഞാണ് ഒരു യുവാവിൻ്റെ കാര്യം. അവന് മെഡിസിന് പോയി, ബാംഗ്ലൂർ ഒരു ദേശത്താണ് പോയത്. മെഡിസിനല്ല, ബിടെക് പഠിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അവൻ നല്ലൊരു മകനാ, അപ്പനും അമ്മയും പ്രാർത്ഥിച്ചൊരുക്കി വിട്ടതാ. 2 ആമക്കളാണ്. എന്നിട്ട് മൂത്തവൻ പോവുക ബിടെക് പഠിക്കാൻ. അപ്പം പോകുന്നതിന് മുമ്പ് അമ്മ അവൻ്റെ കഴുത്തിലൊരു ജപമാല ഇട്ടിട്ട് പറഞ്ഞു, മോനെ, നീ ബാംഗ്ലൂർക്കാ പോകുന്നതെന്ന് ഓർക്കണം. ഈ ജപമാല ഒരിക്കൽ പോലും കൊച്ച ഊരിയേക്കരുത്. അമ്മ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയാ. മാതാവിൻ്റെ ഒരു ഉടമ്പടിയുടെ കാശുരുവൊക്കെ ഇവൻ്റെ കൊന്തയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തു വിട്ടമ്മ. അങ്ങനെ ഇവൻ അവിടെ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹോസ്റ്റലിൽ ഭയങ്കരമായിട്ട് മോശപ്പെട്ട ഭക്ഷണമാണെന്നൊക്കെ അറിഞ്ഞ് ഇവർ കൂട്ടുകാർ കൂടി ഒരു വീട്ടിലേക്ക് ഇറങ്ങുക. 3 പേര് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് അവർ താമസം മാറ്റി. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഇവന് മനസ്സിലായി, ഇവന്റെ കൂടെയുള്ള മക്കൾ 2 എണ്ണവും മദ്യവും കഴിക്കും, മയക്കുമരുന്നും മറ്റേ ചീത്ത കൂട്ടുകെട്ടും ഒക്കെ ഉള്ളവനാണ്. അപ്പം വലിയ നല്ല വീടൊന്നുമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദിവസം രാത്രിയിൽ പെണ്ണുങ്ങളുടെ ശബ്ദം മുറിയുന്നു കേൾക്കാനായിട്ടിടയായി. എനിക്ക് വന്നു പിന്നെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു വിട്ട് ഇതൊന്നും അല്ല, ഞാൻ ഇതിങ്ങനെ നിന്നാൽ എൻ്റെ ജീവിതവും പോവും. അങ്ങനെ ഇരിക്കും. ഉമ്മാർ ഒരു ദിവസം കൂട്ടുകാർ 2 പേരുടെ മദ്യപിച്ച് ഒരു പെണ്ണ് അവിടെ വന്നിട്ടൊന്ന് ഇവൻ അറിഞ്ഞു. ആ പെണ്ണിനെ കൊണ്ടുവന്ന് ഇവൻ്റെ മുറിയിലേക്ക് തള്ളിയിട്ടു. മദ്യം കഴിച്ചിട്ട് അതുകൊണ്ട് പെണ്ണിനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? അവന് കിട്ടിയ ബാഗും അവൻ്റെ ലാപ്ടോപ്പും ഒക്കെ എടുത്തുകൊണ്ട് അന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ തിരിച്ചു.
എന്നിട്ട് അവൻ നാട്ടിൽ വന്നേച്ചിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഒരു ജപമാലയാ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അതുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഓർത്തു നോക്കണേ, ഒരു ജപമാല കഴുത്തിലിട്ട് മാതാപിതാക്കൾ നിങ്ങൾ നടണം, നിങ്ങൾ ഇടാതെ മക്കളോട് ഇടാൻ പറയരുത്, നിങ്ങൾ ഇടണം കഴുത്തിൽ. അത്രമാത്രം സംരക്ഷണം നൽകുന്ന ഒരു ജപമാല നമ്മുടെ കൂടെ ഉണ്ടാകണം. മക്കളെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഓർക്കണേ, ആ മകൻ വിശുദ്ധി ജീവിച്ചത് കൊണ്ടല്ലേ അവൻ ആ ഒരു അവസ്ഥ വന്നപ്പോൾ അവൻ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, നമ്മുടെ മക്കളെയൊക്കെ വിദേശത്തൊക്കെ പഠിക്കാനും വിദേശത്തോ മറ്റു ദേശങ്ങളിലേക്കൊക്കെ പഠിക്കാനൊക്കെ വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയുന്നതോടൊപ്പം, ദൈവമേ, നല്ലൊരു കുമ്പസാരം നടത്താൻ ഞങ്ങളെ അനുവദിക്കണേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ട കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് തെറ്റുപറ്റിയതൊക്കെ കണ്ടെത്താൻ, വിശ്വാസത്തിൻ്റെ വഴിയെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ, വിശുദ്ധ കുർബാനയിൽ ആഴമായ ഭക്തി ഞങ്ങൾ ജനിക്കുവാൻ എൻ്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ശക്തിയോടെ ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ഈശോയെ, ഈശോയെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ തിന്മയുടെ ആധിപത്യങ്ങളെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ നിർവീര്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ഈശോയുടെ ആരാധനയ്ക്കായിട്ട് മുട്ടുമേലായിരിക്കാം. നമ്മുടെ മുമ്പിലേക്ക് ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. കരകാൻ കൂപ്പി എൻ്റെ ഈശോ എന്നോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. എൻ്റെ ഈശോയെ, തെറ്റിപ്പോയി, എൻ്റെ ഈശോയെ അനുദപിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചന ഏകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പിക്കുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു
പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുതലോടെ ഞങ്ങളെ സ്നേഹിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണീശോയെ നമുക്ക് നോക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്ത് ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞ എൻ്റെ ഈശോ, എനിക്ക് ജീവൻ പകർന്നു തന്ന എൻ്റെ ഈശോ, എൻ്റെ ഈശോയെ, എനിക്ക് ആശ്രയവും ബലവും അവിടുന്ന് മാത്രമാ. നീ മാത്രമാ എൻ്റെ സങ്കേതം. എൻ്റെ ഈശോയെ, അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ഈശോയെ. തിരുസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ എൻ്റെ ഈശോ, അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകനെന്നും അവിടുന്നാണ് ഞങ്ങളുടെ ആശ്വാസകനെന്നും അവിടുന്നാണ് ഞങ്ങളുടെ പാലകനെന്നും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പി ഈശോയോട് പറയാം, എൻ്റെ ഈശോ, അവിടുന്നാണ് ഞങ്ങളുടെ സങ്കേതം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. ചേർന്ന് പാടാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും എൻ്റെ ഈശോയെ, അവിടുന്നാണ് എൻ്റെ നീ പ്രാണനാഥൻ. എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവ്വവുമായി. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച്, എൻ്റെ ദൈവമേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ അടിയനിതാ. ഓ എൻ്റെ ഈശോയെ, അടിയനിതാ. എൻ്റെ ഈശോയെ, അവിടുന്നാണ് എൻ്റെ സങ്കേതം, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ. എൻ്റെ ഈശോയെ, അവിടുന്നാണ് എൻ്റെ വൈദ്യൻ. ഈശോയെ, എനിക്ക് സൗഖ്യം നൽകുന്നവൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ. എൻ്റെ ഈശോയെ, അവിടുന്നാണ്. നിങ്ങൾ ഏറ്റു പറയാണ് ഈശോയെ, നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ്റെ ദൈവം. നീ എൻ്റെ രക്ഷകനും ഈശോയെ, നീ എൻ്റെ വൈദ്യനും ഈശോ, നീ എൻ്റെ ആരംഭവും നീ എൻ്റെ ദൈവം. രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവ്വവുമായി. അടിയനിതാ. ഈശോയോട് പറഞ്ഞേ, അടിയനിതാ. അടിയനിതാ നാഥാ, അടിയനിതാ
ചേർത്ത് പിടിക്കട്ടെ. ഈശോയെ, ഇന്നോളം അവിടുന്നാണ് എന്നെ പരിപാലിച്ചത്. അവിടുന്നാണ് എൻ്റെ പാലകൻ, അവിടുന്നാണ് എൻ്റെ ആശ്വാസം, അവിടുന്നാണ് എൻ്റെ ഉറവിടമെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ടില്ലേ, അവിടുന്നാണ് എൻ്റെ പ്രത്യാശയെന്ന്. ഈശോയെ, പ്രത്യാശയോടെ തിരുമുമ്പിൽ നിൽക്കുക. ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങള്, ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകള്, മക്കളെ ഓർത്തുള്ള വേദനകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ അപ്പാ, അവിടുന്നാണ് ഞങ്ങളുടെ പരിപാലകനെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ ഉറവിടവും നീ എൻ ദൈവം, നീ എൻ്റെ പാലകനും എൻ്റെ ഈശോയെ, നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ ഉറവിടവും നീ എൻ ദൈവം. ചേർന്ന് പാടാം, ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെ സർവവുമായി അടിയനിതാ. അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ. രണ്ട് കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈശോയുടെ മുന്നിലേക്ക് നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ പലതരത്തിൽ തകർന്നവരാണ്. നല്ല ഞെരുക്കത്തിലൂടെയാണ് ഈശോയെ ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ മക്കളെ ഓർത്തുള്ള വേദന, എൻ്റെ കുടുംബത്തിലെ മറ്റു പല പ്രശ്നങ്ങൾ എല്ലാം ഞങ്ങൾ ഈ സമർപ്പിച്ചുകൊണ്ട് ഈ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, മക്കളെ സ്പർശിക്കണേ, അഭിഷേകം ചെയ്യണേ ഈശോയെ, അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഈശോയെ. ഭവനത്തിൽ കുടുംബത്തിന് രക്ഷ പകർന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്പർശിക്കണേ ഈശോയെ. ആരാധന, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദിവികാരുണ്യ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ ഈശോയെ, ഞങ്ങൾക്ക് അനുതാപം നിറഞ്ഞൊരു ഹൃദയം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കൂടെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടു. ഞങ്ങളുടെ കുറവുകളൊക്കെ എൻ്റെ ഈശോയെ അവിടുന്ന് പരിഹരിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് കുറയെല്ലാം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഈശോയെ അനുദപിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ആത്മാവിൽ അനുതാപവും എളിമയും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എൻ്റെ ഈശോ, ഞങ്ങൾക്ക് അനുദപിക്കാൻ ഒരു കൃപ തരണേ ഈശോയെ. എൻ്റെ ഈശോ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ ഈശോയെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, പ്രത്യേകിച്ച് നാളത്തെ കുമ്പസാരം എന്ന കൂദാശയിൽ ഈശോയെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. ഹൃദയങ്ങളെ നവീകരിക്കുന്ന, എൻ്റെ ഹൃദയത്തെ അറിയുന്ന, എൻ്റെ മനസ്സിനെ അറിയുന്ന എൻ്റെ ഈശോയെ, എനിക്കൊന്ന് അനുതപിക്കാനുള്ള ശക്തി തരണം. സ്നേഹമില്ലാത്ത അവസ്ഥയും പലതരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമയും ഒക്കെയാണ് ഈശോയെ ഞാൻ.
എന്നെ ഒന്ന് സ്പർശിക്കണേ ഈശോയെ, എന്നെ ഒന്ന് തൊടണേ ഈശോയെ. ദൈവമേ, അങ്ങയുടെ അഗ്നി എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇട്ടു തരണമേ. എൻ്റെ ഈശോയെ, എന്നെ രക്ഷിക്കാൻ കർത്താവെ അവിടുത്തെ കരമൊന്ന് നീട്ടണേ ഈശോയെ. എൻ്റെ ചിന്തകളും എൻ്റെ ഇഷ്ടങ്ങളുമൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ. എൻ്റെ കരങ്ങൾ, എൻ്റെ പാദങ്ങൾ എല്ലാം സമർപ്പിക്കുന്നു ഈശോയെ. നന്മയുടെ പാതയിലൂടെ നടന്നു നീങ്ങുവാൻ എൻ്റെ ഈശോ അവിടുത്തെ പരിശുദ്ധാത്മശക്തി കൊണ്ട് എന്നെ നിറക്കണമേ. അശുദ്ധമായതെല്ലാം എൻ്റെ ഈശോയെ ചാരമാക്കണമേ. അശുദ്ധി മാറ്റി വിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പകരണമേ. അശുദ്ധി മാറ്റി വിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പകരണമേ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന് വചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ അശുദ്ധിയും മാറ്റി എൻ്റെ ഈശോ അങ്ങ് വാഴുന്ന ഒരു ഹൃദയമാക്കി, അങ്ങ് വാഴുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് മാറ്റണമേ. സക്കൈബൂസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് രക്ഷയുടെ അനുഭവം ഈശോയെ അവിടുന്ന് കൊടുത്തില്ലേ? എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ഈശോ നീ ഒന്ന് കടന്നു വന്നേ. ഈശോ നീ ഒന്ന് കടന്നു വന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ. ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിക്കൂ. കർത്താവിന്റെ സന്നിധിയിൽ ഈശോയുടെ പരിശുദ്ധമായ അഗ്നിയാൽ നമ്മൾ ചാരമൂടി കിടക്കുന്ന എല്ലാം ഈശോ തന്നെ മാറ്റുന്നതായി കണ്ടുകൊണ്ട് എഴുന്നേറ്റ് ദിവികാരന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ വെക്കും. എൻ്റെ ദുശീലങ്ങളെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ചില ആസ്തികൾ സമർപ്പിക്കുന്നു. ദൈവമേ, വിടുതൽ തന്ന് അനുഗ്രഹിക്കണമേ. ശക്തമായി വിടുതലിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ
അശുദ്ധി നീക്കി തിളങ്ങുന്ന ഒരു മുത്താക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും നമുക്ക് തലയിലേക്ക് വെക്കാം. നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥ ഈശോ ഈ സമയം നമ്മൾ നോക്കിക്കാണുകയാണ്. എൻ്റെ ഈശോയെ, എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അങ്ങയുടെ പരിശുദ്ധ സ്നേഹം ഒഴുക്കണമേ. പാപമെല്ലാം നീക്കി സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എൻ്റെ ഭവനത്തിലില്ല എങ്കിൽ ഈശോയെ, സ്നേഹം തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ക്ഷമിക്കാനുള്ള വലിയൊരു കൃപ ഈശോയെ ഞങ്ങൾക്ക് തരണം. ഈശോയെ, എൻ്റെ കൂട്ടത്തിലുള്ളവരോട് ക്ഷമിക്കുവാൻ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കുവാൻ, എൻ്റെ ഭാര്യയോട് ക്ഷമിക്കുവാൻ, എൻ്റെ അമ്മായിമ്മയോട് ക്ഷമിക്കുവാൻ, അമ്മായിപ്പനോട് ക്ഷമിക്കുവാൻ, മരുമകളോട് ക്ഷമിക്കുവാൻ, മരുമകനോട് ക്ഷമിക്കുവാൻ, കൊച്ചുമക്കളോട് ക്ഷമിക്കുവാൻ. എൻ്റെ ഈശോ, അവിടുത്തെ കുരിശിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ പാഠം ഞങ്ങളെ കാണിച്ചു തന്ന ഈശോയെ, പരസ്പരം പാദം കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രമാണം അവിടുന്ന് ഞങ്ങൾക്ക് തന്നില്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന്. എൻ്റെ ഈശോ, സ്നേഹത്തിൻ്റെ കുറവുള്ള എൻ്റെ ഭവനത്തിലേക്ക് ഈശോയെ നീ ഒന്ന് വരണം. എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നീ ഒന്ന് വരണം. ഈശോയെ, ഇനിയും അയൽപക്കക്കാരോട് ക്ഷമിക്കുവാൻ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കെട്ടിൽ കിടപ്പുണ്ട് എങ്കിൽ അതിനെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന. സ്നേഹത്തിന്റെ കട്ടഴിയട്ടെ, സ്നേഹത്തിന്റെ കട്ടഴിയട്ടെ. ക്ഷമിക്കാൻ പറ്റാത്ത മക്കളെ സ്തുതിച്ചേ, അതിരം തുറന്ന് സ്തുതിച്ചേ, ഈശോ വിളിച്ച് സ്തുതിച്ചേ. ഈശോ, ഈശോയെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഈശോ, നിന്റെ കുരിശിലെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ക്ഷമിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. ശാന്തമായി ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുകയാണ്. 2 കരങ്ങളും നമുക്ക് കൂപ്പി കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നിൽക്കുക. ക്ഷമിക്കാനുള്ള കൃപ ഈശോ പലരുടെയും ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കുകയാണ് ഈ സമയം. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മകനെ, നിനക്ക് ക്ഷമിക്കാൻ പറ്റും. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും. സ്വന്തം കുടുംബങ്ങൾ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഈശോയെ, ആ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ, ഈശോയെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ അമ്മച്ചിയെ ഒന്ന് തൊടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകൾ ഇവിടെ നിൽപ്പുണ്ട്. മകളെ, നിൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടിട്ടുണ്ട്. നിൻ്റെ കണ്ണീരിന് ഈശോ ഉത്തരം തരും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ നന്ദി. ഈശോയെ ശാന്തസ്വരത്തിൽ ഒന്ന് സ്തുതിച്ചോണ്ടായിരിക്കാവോ? ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അടുത്ത് നിൽക്കുന്ന 2-3 പേർക്ക് കേൾക്കാവുന്ന തരത്തിൽ ഒന്ന് സ്തുതിച്ചേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കണം. സ്തുതിക്കുന്ന നാവിൽ നിന്ന് ഭിന്നതയുടെ കെട്ടഴിയും. നമ്മുടെ നാവിലെ ദുർഭാഷണങ്ങളെല്ലാം ഈശോ എടുത്തു മാറ്റും. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. പണി പൂർത്തിയാക്കാൻ പറ്റാത്തൊരു വീടിനെ ഓർത്ത് വേദനിക്കുന്ന പ്രിയപ്പെട്ട മകളെ, നിന്റെ കണ്ണുനീരിന് ഉത്തരം ഈശോ തരും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ഇടപെടണമേ. എൻ്റെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് ഇടപെടണമേ. എൻ്റെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ഇടപെടണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈശോ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ സന്ധ്യ പ്രാർത്ഥന ഉണ്ടായിരുന്നതാണ്, അത് നിന്നുപോയി. സ്നേഹം വറ്റി വരണ്ട് കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ കുടുംബാംഗങ്ങളോട് ഈശോ ആവശ്യപ്പെടുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, യേശുവേ നന്ദി. വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും പലതവണ ശ്രമിച്ചിട്ടും കല്യാണം മുടങ്ങിക്കിടക്കുന്ന ഒരു മകനെ ഈശോ അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി.
യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി. യേശുവേ നന്ദി യേശുവേ നന്ദി. ഈശോയെ നന്ദി ഈശോയെ നന്ദി. മാതാപിതാക്കളോട് മിണ്ടാത്ത ആരൊക്കെയോ ഇവിടെ നിൽപ്പുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഈശോ പറയാണ് ക്ഷമിക്ക്, അവരോട് ക്ഷമിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഈശോയെ നന്ദി 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 നന്ദി. കൃപയാ നിറക്കണമേ, കൃപയാ നിറക്കണമേ. യേശുവേ നന്ദി യേശുവേ നന്ദി. കരങ്ങൾ കൂപ്പാം. ഈശോയുടെ സന്നിധിയിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈ സമയം സമർപ്പിക്കട്ടെ. വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ പരിശുദ്ധ സ്നേഹം എൻ്റെ കുടുംബത്തിലേക്ക് ഈശോ നൽകുന്ന സമയം. എൻ്റെ ഈശോയെ എൻ്റെ കുടുംബത്തെ ഒന്ന് ആശീർവദിക്കണമേ. എൻ്റെ ഈശോയെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരാത്ത ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വികാരിയച്ഛനെയും ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെയും എല്ലാം പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. SSLC +2 പരീക്ഷകളുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ എല്ലാം നമുക്ക് ഓർക്കാം. വാല്യുവേഷൻ നടക്കുന്ന സമയമാണ്. വാല്യുവേഷൻ്റെ സമയത്ത് അവരുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിനെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടം
പാർപ്പിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോയുടെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ യാത്രയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിലേക്ക് വലിയ അനുഗ്രഹം ഈശോ തരും, വിശ്വസിക്കാം നമുക്ക്. ഇന്നത്തെ ധ്യാനമൊക്കെ നയിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നല്ല ധ്യാനം. അടുത്ത ദിവസവും കൂടുതൽ പേരെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് വന്നവർ നാളെ വരാതിരിക്കരുത്, തീർച്ചയായിട്ടും വരണം. എല്ലാവരും വരണം. പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നാളെ 4:30 ജപമാല പ്രാർത്ഥന. 5 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുകയില്ല, ഓർക്കുക. വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയുള്ളൂ. തുടർന്ന് കുമ്പസാരത്തിന്